एक कहीं पे अच्छा कैप्शन पढ़ा था, कल की बात है शायद, वन लाइफ वन वर्ल्ड एक्सप्लोर इट. ഇന്നലെ ഒരു നല്ലൊരു ഫ്രേസ് വായിക്കുകയുണ്ടായി. വൺ ലൈഫ്, ഒരു ജീവിതം, വൺ വേൾഡ് എന്ന ഒരു ലോകം, എക്സ്പ്ലോർ മലയാളം അതിന് एक्सप्लोर इट. हाँ, എക്സ്പ്ലോർ. ठीक है ना. तो वैसे ही सारे कल्प में एक ही ब्राह्मण जीवन है और एक ही संगम युग है. तो इसमें योग के भिन्न भिन्न तरीकों को एक्सप्लोर करना चाहिए. അതായത് നമുക്കും ഒരേ ഒരു സംഗമ യുഗമാണ്, ഒരേ ഒരു ബ്രാഹ്മണ ജീവിതമാണ്. അതിൽ യോഗത്തിൻ്റെയും വിവിധ രീതിയിലെ എക്സ്പ്ലോറേഷൻ നമ്മൾ പറയില്ലേ, അതിൻ്റെ വിസ്താരത്തിലേക്ക് പോയിട്ടുള്ള അനുഭവം ചെയ്യണം. सुना, सबसे बड़ी उपलब्धि यही है संगम युग की कि हम परमात्मा से अपना संबंध स्थापित कर सकते हैं. ഇപ്പോൾ സംഗമ യുഗത്തിലെ ഏറ്റവും വലിയ ഒരു വിശേഷത കാര്യം എന്ന് പറഞ്ഞാൽ പരമാത്മാവുമായിട്ട് നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സംബന്ധം വയ്ക്കാൻ സാധിക്കും. अभी एक बड़ा प्यारा सा गीत भी बना है बाबा का, ईश्वर से हमने मुलाकात की है, मन भावनी सी मधुर बात की है. ഒരു നല്ലൊരു ഗീതമുണ്ട് ബാബയുടെ. ഈശ്വരനുമായിട്ട് നമ്മൾ ആത്മീയമായിട്ടുള്ളൊരു ബന്ധം സംഭാഷണത്തിൽ വരുന്നു. മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈശ്വരനോട് ഷെയർ ചെയ്യുന്നു. ईश्वर से हमने मुलाकात की है, मन भावनी सी मधुर बात की है. മനസ്സിൻ്റെ ഭാവനയുടെ ആധാരത്തിൽ മധുരമായിട്ടുള്ള സംഭാഷണം ഭഗവാനുമായിട്ട് ചെയ്യുന്നു. दुनिया वाले सुन के कहेंगे क्रेजी लोग हैं, ईश्वर से मिल भी गए, बात भी कर लिया, मन भावनी, ऐसे कोई होता है क्या? पर हम बच्चे क्या कहते हैं? हमारा दिल कहता है कि हाँ, हमने ईश्वर से मुलाकात भी किया है, उनसे बातचीत भी किया है. ലോകത്തിലുള്ളവർ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അതിശയിക്കും. പക്ഷെ നമ്മൾ കുട്ടികൾ അത്രയും ദൃഢതയോട് കൂടിയിട്ട് പറയാണ്, നമ്മൾ ഈശ്വരനെ കണ്ടുമുട്ടിയ കുട്ടികളാണ്, ഈശ്വരനുമായിട്ട് ഡയറക്റ്റ് ആത്മീയ സംഭാഷണം ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ്. सुना, इस बात की मुझे कितनी अनुभूति है कि मैंने ईश्वर से बात किया है, उनसे मुलाकात की है, जो भी दिल की बात है उनसे दिल भर के बात किया है. उसकी किन किन बच्चों को अनुभूति है वो हाथ उठाएं. ആർക്കാണ് ആ അനുഭവം യഥാർത്ഥത്തിലുള്ളത്? അതായത് ഞാൻ ഈശ്വരനുമായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉള്ളിലുള്ള കാര്യങ്ങൾ ഈശ്വരനോട് ഷെയർ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഞാൻ ശരിക്കും ഈശ്വരനെ കണ്ടുമുട്ടിയ ആ അനുഭവമുള്ളവരൊന്ന് കൈപൊന്തിക്കാൻ. देखो क्या बात है भाई जी, किया है ना. हाँ, कुछ लोग कभी भी सोच रहे हैं कि सचमुच किया है कि नहीं किया है. ചിലവർ ചിന്തിക്കുന്നുണ്ടോ चटाक से ഞാൻ ശരിക്കും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു ചിന്ത ഉണ്ടോ ആർക്കെങ്കിലും? ഒന്ന് ശരിക്കും അനുഭവം ചെയ്തവരൊന്നുകൂടെ കൈപൊന്തിക്കാൻ. क्या बात है. बहुत बड़ी उपलब्धि है ईश्वर से बात करना, मुलाकात करना इत्यादि. ഏറ്റവും വലിയ നേട്ടം എന്ന് തന്നെ പറയാം ഈശ്വരനെ ലഭിക്കുക, കണ്ടുമുട്ടുക, ഈശ്വരനോട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുക. हमारे पास अचानक एक बहुत बड़े साधु आके पहुँचे, बड़ा पेट, बड़ी बड़ी आंखें, लंबे चौड़े एक साधु आश्रम में आके पहुँच गए. അതായത് നമ്മുടെ അടുത്ത് ഒരു വലിയ ഒരു സന്യാസി വന്നിരുന്നു. രൂപത്തിലും വളരെ വലിയൊരാൾ, വലിയ കണ്ണുകൾ, കുറേ താടി, വലിയ വയറൊക്കെ ആയിട്ട് ഒരു സന്യാസി വന്നിരുന്നു. 20 साल पहले की बात होगी. 20 വർഷം മുമ്പത്തെ കാര്യമാണ്. अब इतने बड़े साधु, मैं छोटी सी, तब क्या करें? पहले मैंने उनका सुनने का सोचा. कहा महाराज आइए, आपका स्वागत है, आपके चरण पड़े हमारे आश्रम में, हम बहुत खुश हुए, बैठिए. तो उन्होंने देखा ये मुझे सुनने वाली है, तो उन्होंने बहुत कुछ सुनाना शुरू किया. आधा घंटा बोलते गए, मैं बहुत प्यार से सिर हिलाती गई.
അപ്പോൾ വലിയ സന്യാസിയാണല്ലോ, രൂപത്തിലും വലുതാണ്. അപ്പോൾ ദീദി പറയാണ്, ഞാൻ അത്രയും ആദരവ് കൊടുത്തിട്ട് ആ സന്യാസിയെ സ്വീകരിച്ചു, നമസ്കരിച്ചു. അപ്പോൾ അവർക്ക് തന്നെ തോന്നിയോ എത്ര ബഹുമാനം തരുന്നുണ്ടെന്ന്. അപ്പോൾ സന്യാസി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയും ചെയ്തു. फिर हमने कहा कि अब आपका हो गया, हम थोड़ा सा कुछ आपको सुनाएं. हमने क्या ज्ञान सुना है, क्या जाना है, आपसे कुछ कहना है. അപ്പോൾ സന്യാസി പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ഷമയോട് കൂടിയിട്ട് ഇഷ്ടത്തോടെ ബേഞ്ചി കേട്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ബേഞ്ചി തിരിച്ച് സന്യാസിയുടെ അടുത്ത് ചോദിച്ചു, ഞാൻ എന്താണോ ജ്ഞാനം മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഇനി ഞാൻ കുറച്ച് കേൾപ്പിച്ച് തരട്ടെ. सुना? तो हमने कहा आपको पता है परमात्मा इस धरती पे आ चुके हैं. അപ്പോൾ ദീദി പറഞ്ഞു, താങ്കൾക്കറിയാമോ പരമാത്മാവ് ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു, അവതരിച്ചു കഴിഞ്ഞു. वो मुझे ऐसे देखने लग गए और कहा माँ, माँ माने जैसे आपके यहाँ बेटी बेटी बोलता, अम्मा बोलते ना बच्चियों को, अम्मा आम खाओ आम, बगीचे को मोल मत करो. लाइक बगीचे का मोल माना डोंट ट्राई टू बाय द गार्डन. ഓക്കെ. बगीचे को मोल मत करो, तुम आम खाओ आम. അപ്പോൾ ഈശ്വരൻ ഭൂമിയിൽ അവതരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആശ്ചര്യത്തോട് കൂടിയിട്ട് ദീദിനെ ആ സന്യാസി നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ മാങ്ങ കഴിച്ചോളൂ, മുഴുവൻ മാമ്പഴത്തോട്ടം വാങ്ങിക്കാൻ നിൽക്കരുത്. सुना? भगवान क्या तुमसे पूछ के आएगा? ऐसे तुमसे पूछने वाला नहीं है. कहाँ भगवान और कहाँ हम नीचे इस पाताल लोक में, मनुष्य लोक में बैठे इंसान. हमको खाली उनका नाम का भजन करना चाहिए. वो हमसे कोई मिलने मुलने नहीं आते हैं. അപ്പം അത് വിശ്വസിക്കാൻ ഒരു പ്രയാസം. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ഭഗവാൻ, എത്ര ഉയരത്തിലെ ഭഗവാൻ, നമ്മൾ എത്ര താഴെയാണ്, പാതാളത്തിൽ വസിക്കുന്ന നമ്മൾ. അപ്പം നമ്മളെ അങ്ങനെ കാണാനും മിലനം ചെയ്യാനൊന്നും ഭഗവാൻ വരുമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞു. मुझे आश्चर्य लगा, सारे जीवन की जो साधना करते हैं तो किसको ढूंढते हैं, किससे बात करते हैं, किसकी साधना करते हैं, क्या उपलब्धि है इनकी, क्या प्राप्ति है. और देखो बाबा ने हम इतने इतने से बच्चों को भी, साधारण माताओं बहनों को भी, ज़्यादा पढ़े लिखे नहीं, कोई पंडित नहीं, सब सिंपल सिंपल बच्चों को अपनी अनुभूति कराई है. അപ്പോൾ ദീദിക്ക് ആശ്ചര്യം വന്നു. എത്ര വർഷത്തെ തപസ് ചെയ്തിട്ടുള്ള സന്യാസിമാരാണ്, എന്നിട്ട് അവരാരെയാണ് ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം അവരുടെ ഉള്ളിൽ തന്നെ അവർ വിചാരിക്കുന്നത് ഈശ്വരനെ ഒരിക്കലും കണ്ടുമുട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, എന്ത് നേട്ടം ലക്ഷ്യം വെച്ചിട്ടാണ് അവർ തപസ് ചെയ്യുന്നത് എന്ന് അതിശയം തോന്നിയത്. കാരണം നമ്മൾ ഇത്രയും സാധാരണമായിട്ടുള്ള ആത്മാക്കൾ, അമ്മമാരാണെങ്കിലും കുമാരിമാരാണെങ്കിലും നമ്മളെല്ലാവരും ഇത്ര സാധാരണമാണ്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ബാബ വന്നിട്ട് എത്ര അനുഭൂതി, ഈശ്വരീയ അനുഭൂതി നൽകി. सुना? तो इतना बड़ा भाग्य जो बाबा ने घर बैठे दिया है, उसको अच्छी तरह से एक्सप्लोर करना चाहिए. അതുകൊണ്ട് ഇത്രയോ വലിയ ഭാഗ്യമാണ് വീട്ടിലിരിക്കുന്ന നമുക്ക്, വീട്ടിലിരിക്കെ തന്നെ ഭാഗ്യം ബാബ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ നല്ല രീതിയിൽ ആ ഭാഗ്യത്തെ എക്സ്പ്ലോർ ചെയ്യണം. बाबा ने हमें कैवल्य ज्ञान दिया, द अल्टीमेट नॉलेज जिसको कहें, ऐसा ज्ञान दिया जो संपूर्ण सत्य है और इटर्नल है, अनादि अविनाशी है, जो आत्मा को जानने योग्य है. तो उस ज्ञान को भी हमें पूरा एक्सप्लोर करना चाहिए. അതുപോലെ തന്നെ ബാബ നമുക്ക് നൽകിയിട്ടുള്ള നോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയാം. ഏറ്റവും വളരെ സത്യമായിട്ടുള്ള നോളേജാണ് ബാബ വന്ന് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആ സത്യമായ ജ്ഞാനവും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ആഴത്തിലേക്കും വിസ്താരത്തിലേക്കും പോയിട്ട് മനസ്സിലാക്കണം, അനുഭവം ചെയ്യണം. अच्छी तरह से हर कोने को देख के जो समझते हैं ना, उसको अच्छी तरह से समझना चाहिए. दुनिया में जिस चीज़ की प्राप्ति अगम्य माना गया है, इम्पॉसिबल, नैति 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 करते रहे, हाँ, साधु संत महात्माएं ऋषि मुनि, वो केवल यह ज्ञान हमारे पास घर बैठे आया है और बड़े सरल शब्दों में बाबा ने हमें समझाया है और इतनी बुद्धि दी है कि हम उसे समझ भी सकें.
ഏത് ജ്ഞാനമാണോ ലോകത്തിലുള്ളവര് മനസ്സിലാക്കാൻ അസാധ്യം, നേടാൻ അസാധ്യം എന്ന് വിചാരിച്ചിരുന്നത്, ആ നോളേജാണ് വീട്ടിലിരിക്കെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ബാബ നമുക്ക് നൽകിയെന്ന് മാത്രമല്ല അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കൂടി തന്നു. सुना? तो संपूर्ण ज्ञान क्या है? बड़ा सिंपल. क्या है संपूर्ण ज्ञान? बाबा एक शब्द में, एक लाइन में बताते हैं, एक सेंटेंस में बताते हैं. वो है रचयिता और उसकी रचना के आदि मध्य अंत का ज्ञान संपूर्ण ज्ञान है. ഇപ്പൊ സമ്പൂർണ്ണ ജ്ഞാനം എന്താണ് അത് ബാബ മനസ്സിലാക്കി തന്നു. വളരെ സഹജമായിട്ട് ഒറ്റ ഒരു സെന്റൻസിൽ തന്നെ മുഴുവൻ ജ്ഞാനവും അതിൽ അടങ്ങിയിട്ടുണ്ട്. അതെന്താണ് ബാബ പറഞ്ഞത്? രചയിതാവിനെ കുറിച്ചും രചനയുടെ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ചുമുള്ള ജ്ഞാനം, ഇതാണ് സമ്പൂർണ്ണ ജ്ഞാനം. सुना? हमारा जो 7 दिन का कोर्स है ऐसा बनाया गया है जिसमें रचयिता और उसकी रचना के आदि मध्य अंत का संपूर्ण ज्ञान है, कंप्लीट नॉलेज है. 7 ദിവസത്തെ നമ്മുടെ കോഴ്സ് ഉണ്ടല്ലോ, ആ 7 ദിവസത്തെ കോഴ്സിൽ ഇതാണുള്ളത്. രചയിതാവിനെ കുറിച്ചും രചനയുടെ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ചുമുള്ള നോളേജ്, അതാണ് സമ്പൂർണ്ണ നോളേജ്, ജ്ഞാനം. सुना? जिनको 7 दिन का कोर्स कराना आता है वो जरा हाथ उठाएं. കോഴ്സ് എടുക്കാൻ അറിയുന്നവർ ഒന്ന് കൈപൊന്തിക്കാൻ. 7 ദിവസത്തെ കോഴ്സ് എടുക്കാൻ അറിയുന്നവർ. बहुत सुंदर. क्या होता है, ज्ञान में तो हम चल पड़ते हैं, लगभग कईयों ने कोर्स किया ही नहीं होता है. हमको किसने कोर्स ही नहीं कराया है. छोटे छोटे आए थे, कौन बैठ के कोर्स कराएगा, और कभी कॉन्सेंट्रेट होके कोर्स वगैरह करना ऐसा हुआ नहीं. पर क्योंकि हमको कोर्स कराना हुआ तो पढ़ते रहे, कोर्स कराना आ गया. लेकिन भाई बहनें जिन्होंने एक बार कोर्स किया और सालों तक ज्ञान में चल रहे हैं, उनको चाहिए कि वो एक दिन 7 दिन का जो पारायण करते हैं ना, जैसे भगवत गीता का पारायण वगैरह होता है, वैसे ही 7 दिन का कोर्स दोबारा पढ़ना चाहिए. അതായത് ചിലവർക്ക് കോഴ്സ് ചിലപ്പോൾ ആരും എടുത്തു കൊടുത്തിട്ടുണ്ടാവില്ല. അതിപ്പോൾ ദീദി പറയാണ്, കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ജ്ഞാനത്തിൽ വന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ആരും കോഴ്സൊന്നും കൊടുത്താൽ ആണെങ്കിൽ പോലും ഇരുന്ന് കേൾക്കാനുള്ള പ്രായമായിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നീട് മറ്റുള്ളവർക്ക് കോഴ്സ് പറഞ്ഞു കൊടുക്കേണ്ടി വന്നപ്പോഴാണ് പഠിച്ചത്. അപ്പം അതുപോലെ കോഴ്സ് കേട്ടവർ 7 ദിവസം നമ്മൾ സപ്താഹം എന്ന് പറഞ്ഞിട്ട് അമ്പലങ്ങളിലൊക്കെ വെക്കാറില്ലേ സപ്താഹം, അതുപോലെ ഈ 7 ദിവസത്തെ കോഴ്സ് സപ്താഹം പോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം റെഡിയാകണം, തയ്യാറാകണം, മനസ്സിലാക്കണം. वंस अ वाइल कभी हम भी ऐसा ही करते हैं. 7 दिन का कोर्स कराया क्लास वालों को, अड़ोस पड़ोस के पाठशाला के क्लास वालों को भी बुलाया और कहते हैं 7 दिन का कोर्स फिर से करो. बी के पुराने भाई बहन भी फिर से कोर्स करते हैं, तो मनन चिंतन बहुत अच्छा होता है. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് കോഴ്സ് കേട്ടതായിരുന്നു. പക്ഷെ ദീദി പറയാണ് ഇപ്പോൾ ഒന്നും കൂടിയും ആ കോഴ്സ് ഒന്ന് കേൾക്കണം. അപ്പോൾ ദീദി അങ്ങനെ ചെയ്യാറുണ്ടെന്ന് അടുത്തുള്ള സെൻറ്ററിലുള്ളവർ, ഗീതാ പാഠശാലയിലുള്ളവരെയൊക്കെ വിളിപ്പിച്ചിട്ട് കുട്ടികളെ തന്നെ, ബാബയുടെ കുട്ടികളെ തന്നെ വിളിപ്പിച്ചിട്ട് ഒന്നും കൂടി ആ കോഴ്സ് കേൾപ്പിച്ച് കൊടുക്കും, കേൾക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ അന്ന് കേട്ടേക്കാളും കൂടുതൽ ഡെപ്തിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. हमारे पास एक विदेशी भाई आते हैं, मिशेल भाई उनका नाम है. तो वो मिशेल भाई ने एक बार भट्टी कराया. बहुत सुंदर बात उसने कही जो मुझे बहुत अच्छा लगा, कि हर एक बाबा के बच्चे को 7 दिन के कोर्स वाली जो किताब के चित्र हैं, एक एक चित्र पे 2-2 घंटा भाषण करना आना चाहिए. ഇപ്പോൾ മിഷേൽ ബായ് എന്ന് പറഞ്ഞിട്ട് ഒരു വിദേശി ബായ് ഉണ്ട്. ആ ബായ് ഒരു പ്രാവശ്യം സെൻറ്ററിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അത് ദീദിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന്. അതായത് പറഞ്ഞത് ഇതാണ്, ബാബയുടെ ഓരോ കുട്ടിക്കും കോഴ്സിൻ്റെ ചിത്രങ്ങളുണ്ടല്ലോ, അതിൽ ഓരോ ചിത്രത്തിൻ്റെയും ആധാരത്തിൽ 2 മണിക്കൂർ പ്രഭാഷണം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. शुरू कैसे करें? शुरू ऐसे करो, एक चित्र को लो, उसके सामने 2 घंटा बैठो और मनन चिंतन करते रहो. एक एक चित्र को बारीकी से देखो. आंख बंद कर देने पर भी हमें पता होना चाहिए कि बाबा के चित्रों में कौन सी चीज़ कहाँ पे है.
ब्रह्मा बाबा कहाँ बैठे हैं, जीसस क्राइस्ट कहाँ बैठे हैं, समझो कल्प वृक्ष में, या कोई रैंडमली कुछ भी कोई चित्र के बारे में पूछ ले तो हमें ये स्मृति में आना चाहिए कि कौन से चित्र में क्या चीज़ कहाँ है. അതായത് ഇതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട രീതി ഇതാണ്. ചിത്രങ്ങളുടെ മുന്നിൽ പോയിട്ട് ഇരിക്കണം, ഓരോ ചിത്രത്തിൻ്റെയും. എന്നിട്ട് നല്ല രീതിയിൽ ആ ചിത്രത്തിനെ മനസ്സിലാക്കിയിട്ട് അത്രയും മനസ്സിലാക്കണം. കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ ആ ചിത്രം വളരെ സ്പഷ്ടമായിട്ട് ചിത്രത്തിൽ എന്തെല്ലാം എവിടെയെല്ലാം കൊടുത്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്, അതൊക്കെ അതേപോലെ ബ്രഹ്മബാബ എവിടെയായിരിക്കുന്നത്, ക്രൈസ്റ്റിനെ എവിടെ കാണിച്ചിരിക്കുന്നത്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ചിത്രം പോലെ ഉള്ളിൽ തെളിയണം കണ്ണടയ്ക്കുമ്പോഴും. അതായത് ഓരോ ചിത്രം ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ സ്പഷ്ടമായിട്ട് ചിത്രം നമ്മുടെ ഉള്ളിൽ ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം. बेसिकली ये हमारा स्टूडेंट लाइफ है. ब्रह्मा कुमार कुमारी बनना माना स्टूडेंट लाइफ को अडॉप्ट करना, तो ये हमारा स्टूडेंट लाइफ है. और इस स्टूडेंट लाइफ में हमारे बेसिकली 4 सब्जेक्ट्स हैं: ज्ञान, योग, धारणा और सेवा. ठीक है. അപ്പം നമ്മളുടേത് ഇത് സ്റ്റുഡൻറ്റ് ലൈഫാണ്. ബ്രഹ്മകുമാരി ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരീയ വിദ്യാർത്ഥി ജീവിതമാണ്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് ലൈഫിൽ നമുക്ക് 4 വിഷയങ്ങളാണുള്ളത്: ജ്ഞാനം, യോഗം, ധാരണ, സേവനം. ठीक, तो उसमें ज्ञान को अच्छी तरह से एक्सप्लोर करना है. भाई साहब रमेश भाई जी हमेशा कहते थे, देखो बहन, अगर आपको क्या करना है, ऊंचा टावर बनाना है, स्काई स्क्रैपर बनाना है, तो उसके लिए क्या चाहिए? पहली बात डेप्थ चाहिए. डेप्थ के साथ साथ विड्थ चाहिए. अगर विड्थ ज़्यादा नहीं हो और यूं ही किसी चीज़ को खड़ा कर दो, ये माइक स्टैंड के ऊपर खड़ा है, क्यों? उसका जो बेस है उसमें विड्थ है, वो विड्थ बहुत हैवी है, तो ये ऊंचा खड़ा है. ठीक है कि नहीं? तो इसके लिए हमें ज्ञान का डेप्थ भी होना चाहिए, विड्थ भी होना चाहिए. അത് പറയാണ് രമേശ് ഭായിജി ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിരുന്നു. അതായത് ജ്ഞാനത്തിൻ്റെ എന്തിൻ്റെയും ഉയരത്തിലേക്ക് പോകണമെങ്കിൽ, ഇപ്പം നമുക്കൊരു വലിയൊരു ഉയർന്ന ടവർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം തന്നെ അതിനെ താഴേക്ക് കുഴിക്കും. അപ്പം താഴേക്ക് അത്രയും ഡെപ്തിലേക്ക്, ആഴത്തിലേക്ക് പോകണം. അതുപോലെ തന്നെ അതിൻ്റെ ബേസ് നല്ല വിസ്താരത്തിലായിരിക്കണം. ഇപ്പം ഈ മൈക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ, സ്റ്റാൻഡ് കണ്ടാൽ അറിയാം, ഇത് നിൽക്കുന്ന താഴത്തെ ബേസ് നല്ല വിസ്താരത്തിലാണ്. അപ്പോൾ ആഴത്തിലേക്ക് പോകും വേണം, വിസ്താരത്തിലേക്ക് പോകും വേണം, എന്നാലേ ഉയർന്ന ഒരു ടവറിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ ശരിയാവുകയുള്ളൂ. हमारा जो ज्ञान है वो क्या कहते हैं? अप्लाइड नॉलेज. अप्लाइड नॉलेज होना चाहिए. ज्ञान की हर एक बात को हमें अपने लाइफ में अप्लाई करके उस पर मास्टरी लेनी है. അപ്പം ജ്ഞാനത്തിന് ശരിക്കും പറയുന്നത് അപ്ലൈഡ് നോളേജ് ആണ്, പ്രായോഗിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അത് നമുക്ക് പ്രായോഗികമാക്കാൻ സാധിക്കണം. അതാണ് അപ്ലൈഡ് നോളേജ്. അതിൽ നമ്മൾ മാസ്റ്ററായി മാറണം. सुना, हम दूसरों को भी कहते हैं ना, सुनना और सुनाना ज्ञान नहीं है. क्योंकि आजकल आप देखना इतने छोटे छोटे से बच्चे भी क्या भाषण करते हैं, आपको बड़ा आश्चर्य लगेगा. उनकी मेमोरी भी बहुत है. एक बार आपने कुछ कोई टॉपिक पे उनको बोल दिया, क्या भाषण करते हैं, बाप रे बाप. लेकिन भाषण करना ज्ञान नहीं है. ज्ञान कहाँ होता है? उस ज्ञान की अनुभूति जब आए तब ज्ञान है. പ്രഭാഷണം ചെയ്യാന്നുള്ളത് വളരെ ഈസിയാണ്. ജ്ഞാനം കേൾക്കുന്നതും കേൾപ്പിച്ചു കൊടുക്കുന്നതും വളരെ ഈസിയാണ്. അതൊരു കൊച്ചുകുട്ടിക്ക് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. പറയാണ്, ഒരു കൊച്ചുകുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, അതുപോലെ തന്നെ കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അതത്ര വലിയ പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ ജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭൂതിയിലേക്ക് വരണം. കേൾക്കുക, കേൾപ്പിക്കുക, പ്രഭാഷണം ചെയ്യുക, അതല്ല ജ്ഞാനം. അത് നമ്മൾ അനുഭൂതിയിലേക്ക് കൊണ്ടുവരണം. तो ज्ञान की हर बात को अनुभूति के लेवल तक लेके जाओ. जैसे पहला लेसन किया आत्मा अनुभूति का, उसके बाद आत्मा अनुभूति की गहराई में जाओ. क्या प्रॉब्लम आती है, कौन सी चीज़ समझ में आती है, कौन सी नहीं समझ में आती है, उसके बारे में क्या ज्ञान का विड्थ है, कितने हम उसको बढ़ा चढ़ा करके कितने तक इस ज्ञान की बातों को जान सकते हैं, और जो विड्थ मिला है उसकी डेप्थ कितनी है.
ठीक है, जो बात मैं बोल रही हूँ, बोल रहा हूँ, उसका मैंने अनुभव किया है, कितना अनुभव किया है, मेरी अनुभूति क्या है। ഞാ- मुझे अनुभूति की संपत्ति को अपने पास जमा करना है. ജ്ഞാനത്തിൻ്റെ ഓരോ പോയിന്റിനെയും അനുഭവം ചെയ്യാന്നുള്ളതാണ്, അനുഭൂതി ചെയ്യാന്നുള്ളതാണ് മുഖ്യമായത്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ഫസ്റ്റ് ലെസൺ എന്താണ്? ആത്മാവിൻ്റെ ലെസനാണ്. അപ്പോൾ അത് ഞാൻ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്, അനുഭൂതി ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ഒപ്പം അനുഭൂതി ചെയ്തിട്ടുണ്ട്. ഇനി ആ അനുഭൂതി ചെയ്യുന്നതിൽ എന്താണ് തടസ്സം വരുന്നത്, എന്താണ് എനിക്ക് ഇനി മനസ്സിലാക്കാനുള്ളത്, മനസ്സിലാക്കാൻ തടസ്സമായിട്ടുള്ളത്, അതിനെക്കുറിച്ച് നല്ലതായിട്ട് ആഴത്തിലേക്ക് പോയിട്ടും ചിന്തിക്കണം, അതിൻ്റെ ഡെപ്തിലേക്ക് പോകണം. പിന്നെ ആത്മജ്ഞാനത്തിൽ എന്താണ് വിസ്താരത്തിൽ ഇനിയും അറിയാനുള്ളത്, ആ വിസ്താരത്തെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ആഴങ്ങളിലേക്ക് പോയിട്ട് അതും മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴാണ് അനുഭൂതി ചെയ്യാൻ പറ്റുള്ളൂ. सुना? तो इसकी प्रैक्टिस के लिए क्या करना चाहिए? हर एक को अपने बिल्कुल जिस स्थान पे हम ज़्यादा यूज़ होते हैं, जहाँ बैठते हैं, रहते हैं, वहाँ सामने कोई एक चित्र लगाना चाहिए. അപ്പം അതിന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക ഇത്. അപ്പം അതിന് ദീദി പറയാണ്, നമ്മൾ കൂടുതൽ സമയം ഒരു ദിവസം എവിടെയാണോ ഇരിക്കുന്നത്, ചെലവഴിക്കുന്നത്, അവിടെ നമ്മൾ ഫ്രണ്ടിൽ ഒരു ചിത്രം ഇങ്ങനെ വെക്കണം. उसके बाद खूब उसके बारे में खूब मनन चिंतन करना चाहिए. എന്നിട്ട് ഏതിനെക്കുറിച്ചാണോ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ചിത്രം വെക്കുക. എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് മനന ചിന്തനം ചെയ്യണം. बहुत इंटरेस्टिंग चित्र है त्रिमूर्ति का चित्र. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ചിത്രമാണ് ത്രിമൂർത്തിയുടെ ചിത്രം. अब आप बैठना उसके सामने 2 घंटा और सोचना कि इसमें 2 घंटे तक ज्ञान सुनाने वाला क्या ज्ञान है त्रिमूर्ति के चित्र में. ആ ചിത്രത്തിൻ്റെ മുന്നിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഇരിക്കുക. എന്നിട്ട് ചിന്തിച്ചു നോക്കുക, 2 മണിക്കൂർ പ്രഭാഷണം ചെയ്യാൻ മാത്രമുള്ള ജ്ഞാനം എന്താണ് ഈ ചിത്രത്തിലുള്ളത് എന്ന് മനസ്സിലാക്കണം. ठीक, हर एक चित्र के पास बैठो, तीनों लोगों के पास बैठो, फिर देखो ये मेरा इमेजिनेशन है कि किसी ने बताई हुई चीज़ है कि इसकी मुझे अनुभूति भी है. ये आकाश एक पोलार है, इस पोलार से दूर एक श्वेत प्रकाशमय दुनिया है, बादलों की दुनिया जिसको हम कह सकें. वहाँ फरिश्ते रहते हैं. उससे ऊपर एक लाल प्रकाशमय दुनिया है जहाँ सब ज्योति आत्माएं रहते हैं और हम सब आत्माओं का पिता परम ज्योति शिव बाबा रहते हैं. आपने देखा है? അതുപോലെ 3 ലോകത്തിൻ്റെ ചിത്രത്തിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ചിന്തിക്കണം, അനുഭവം ചെയ്യണം. ഇങ്ങനെ ചിന്തിച്ചു നോക്കുക, ഇതൊന്നും തോന്നലല്ലോ, ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും വെറുതെ തോന്നുന്ന കാര്യങ്ങളോ ആരെങ്കിലും കേൾപ്പിച്ചതല്ലല്ലോ, ഞാനത് സ്വയം മനസ്സിലാക്കുന്നുണ്ട്, അനുഭൂതി ചെയ്യുന്നുണ്ട്. അതായത് ഇടയിൽ കാണിച്ചിട്ടുള്ള സൂക്ഷ്മ ലോകം, വെളുത്ത പ്രകാശത്തിൻ്റെ ലോകം, അവിടെ ശരിക്കും അത് ഫരിഷ്തകളുടെ ലോകമാണ്. അതൊക്കെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ മനനം ചെയ്യണം. അതുപോലെ മേലെ ചുവന്ന പ്രകാശത്തിൻ്റെ ലോകം, ശാന്തിധാമം, അവിടെ എല്ലാ ആത്മാക്കളും പ്രകാശബിന്ദുക്കളായിട്ടിരിക്കുന്നു, ഞാൻ അവിടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ അതിൻ്റെ ആഴത്തിലേക്ക് പോയിട്ട് അനുഭൂതി ചെയ്യണം. सुना? सारी रचना के हिस्ट्री और ज्योग्राफी बाबा के हमको बताते हैं. हिस्ट्री ऐसा ऐसा वाला, ज्योग्राफी ऐसा ऐसा वाला. അതുപോലെ തന്നെ മുഴുവൻ രചനയുടെയും ഹിസ്റ്ററി, ജോഗ്രഫി ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ്താരത്തിൽ എന്ന് പറഞ്ഞാൽ സത്യയുഗം മുതൽ കലിയുഗം അന്ത്യം വരെയുള്ള കാര്യങ്ങൾ. ജോഗ്രഫി എന്ന് പറഞ്ഞാൽ മേലെന്ന് താഴെ വരെയുള്ള കാര്യങ്ങൾ. ठीक है, और ये ज्योग्राफी बहुत ही इंटरेस्टिंग चीज़ है. सुना? बचपन में हमको ज्योग्राफी में इंटरेस्ट आया क्योंकि बाबा ने इतना बड़ा ज्योग्राफी बताया ना. तो दीदी ने किसी दिन क्लास कराते कराते कहा, दुनिया वालों को क्या इतने से ग्लोब की ज्योग्राफी का पता है, पृथ्वी का, हमें तो सारे ब्रह्मांड की ज्योग्राफी का पता है. ठीक है. और उस समय स्कूल में कोई ज्योग्राफी का कंपटीशन था और इतना स्वमान बढ़ गया कि देखना इस कंपटीशन में हम जीतेंगे, क्योंकि हमें सारे वर्ल्ड का, सारी कायनात का, सारे ब्रह्मांड का ज्योग्राफी पता है. അതിൽ ദീദി പറയാണ്, ഭയങ്കര ലഹരി വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മുഴുവൻ ഹിസ്റ്ററിയും ജോഗ്രഫിയും ബാബ മനസ്സിലാക്കി തന്നല്ലോ.
അതിൽ ജോഗ്രഫിയോട് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ ജോഗ്രഫി പഠിക്കുമല്ലോ നമ്മൾ. അപ്പോൾ സ്കൂളിലെ ജോഗ്രഫിയുടെ ആധാരത്തിൽ ഒരു കോമ്പറ്റീഷൻ വെച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉള്ളിൽ അങ്ങനെ ഒരു ലഹരിയുടെ ആധാരത്തിൽ ഒരു സ്വമാനം വന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ളവർക്ക് ആകെ ഈ ഗ്ലോബിൻ്റെ ജോഗ്രഫി മാത്രമേ അറിയുള്ളൂ. പക്ഷെ ബാബ നമുക്ക് മൂലവതനം മുഴുവനുള്ള അടങ്ങിയിട്ടുള്ള മുഴുവൻ ജോഗ്രഫിയും നമുക്ക് മനസ്സിലാക്കി തന്നു. ആ ഒരു ലഹരി വന്നു എന്ന് പറയാം. बाबा बहुत बार कहते ना, भाग्यवान है वो परिवार जो सब पूरे का पूरा परिवार ज्ञान में चलता है. तो उसमें सबसे बड़ा भाग्य ये मिलता है कि यू बिकम क्लासमेट. सुना, माता पिता भाई चाचा दादा जो भी लोग हैं, पूरा परिवार ज्ञान में चल रहा है ना, सब क्लासमेट्स हैं. एक ही पढ़ाई को सब पढ़ते हैं, तो आपस में डिस्कशन कर सकते हैं. आपने कितना पढ़ा, मैंने क्या एक्सप्लोर किया, तो हर एक का अनुभव थोड़ा बड़ा हो जाता है और ज्ञान को जीवन में लाना सहज हो जाता है. സാധാരണ ബാബ പറയാറുണ്ടല്ലോ, ഫാമിലിയിൽ എല്ലാവരും ജ്ഞാനത്തിൽ വരിക എന്നുള്ളത് വളരെ ഭാഗ്യത്തിൻ്റെ ഒരു ലക്ഷണമാണെന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വന്തം അനുഭവം പറയുകയാണ്, അച്ഛൻ അമ്മ സഹോദരങ്ങൾ മുത്തശ്ശൻ എല്ലാവരും കുടുംബത്തിലെല്ലാവരും ജ്ഞാനത്തിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസ് ആയാലും എല്ലാവരും എന്ന് പറഞ്ഞാൽ ക്ലാസ്മേറ്റ്സ് ആയി എല്ലാവരും ഒരേ വിഷയം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പരസ്പരം ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഞാൻ എത്ര മനസ്സിലാക്കി, നിങ്ങൾ എത്ര മനസ്സിലാക്കി എന്ന് പരസ്പരം ഡിസ്കസ് ചെയ്യാൻ, ചർച്ച ചെയ്യാനുള്ള ഭാഗ്യം കൂടി കിട്ടും. പരിവാർ ജ്ഞാൻ में चलते हैं. അങ്ങനെ കുടുംബത്തിൽ മുഴുവനും ജ്ഞാനത്തിലുള്ളവരൊന്ന് കൈപ്പൊന്തിക്കും. കുടുംബം മുഴുവനും ജ്ഞാനത്തിലുള്ളവരൊന്ന് കൈപ്പൊന്തിക്കും. परिवार ज्ञान में चलते हैं ना. अच्छा, 2 जने भी ज्ञान में चलते हो परिवार के, वो वाले वो लोग. 2 പേരെങ്കിലും ജ്ഞാനത്തിലുണ്ട് കുടുംബത്തിൽ, അവരൊന്ന് കൈപ്പൊന്തിക്കും, നീട്ടി കൈപ്പൊന്തിക്കും. सुना, तो जो भी बड़े भाग्यवान है, अकेले अकेले चलते हैं, उनके चैलेंजेस अलग हैं. लेकिन अगर आसपास भी सखियां सहेलियां भाई दोस्त रहते हैं ना, 2 ब्राह्मण, उनको भी आपस में मिल करके कभी कभी या सेंटर पे आप ऐसे करें, क्लासमेट्स की तरह चर्चा करें. देखो जैसे दीदी ने एग्ज़ाम्स लिया इत्यादि, तो उसमें बैठ करके कोई भी ज्ञान के पॉइंट को बड़ी गहराई से एक्सप्लोर करें. अगर ऐसा भी नहीं है तो अकेले भी कर सकते हैं कि क्या है ये, कैसी दुनिया है ये. देखो जगदीश भाई जी ने इतना एक्सप्लोर किया. एक बहुत सुंदर बुक लिखी, द इटर्नल ड्रामा ऑफ सोल मैटर एंड गॉड. അപ്പോൾ കുടുംബം മുഴുവനും ജ്ഞാനത്തിലുള്ളപ്പോൾ അതിൻ്റെ ഭാഗ്യം നേട്ടം എന്താണെന്ന് ദീദി പറഞ്ഞല്ലോ. ഒരാൾ മാത്രമാണ് കുടുംബത്തിൽ ജ്ഞാനത്തിലെങ്കിൽ കുറച്ച് ചാലഞ്ചസൊക്കെ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ലാഭം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്യാൻ സാധിക്കും ഒരുമിച്ചിരുന്ന്. അതിപ്പോൾ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ ജ്ഞാനത്തിൻ്റെ ചർച്ച ചെയ്യും. 2 പേരും ബ്രാഹ്മണാത്മാക്കളാണെങ്കിൽ ജ്ഞാനത്തിൻ്റെ ചർച്ച ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. അതിപ്പോൾ സെൻറ്ററിലാണെങ്കിലും ദീദി പറയാണ്, ഒരു ഗ്രൂപ്പ് പോലെ ഇരുന്നിട്ട് ഇപ്പം ഇന്ന് എക്സാമൊക്കെ ചെയ്തല്ലോ, അപ്പം അതുപോലെ ജ്ഞാനത്തിൻ്റെ ആഴത്തിലേക്ക് പോയിട്ട് ചർച്ച ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ അത് ഏറ്റവും നല്ല. അപ്പോൾ ജഗദീഷ് ഭായിയുടെ കാര്യം പറയാണ്, ഏറ്റവും കൂടുതൽ ജ്ഞാനത്തെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളാണ് ജഗദീഷ് ഭായ്. ജഗദീഷ് ഭായിയുടെ വണ്ടർഫുൾ ബുക്കാണ് ഇറ്റേണൽ വേൾഡ് ഡ്രാമ ഓഫ് സോൾസ് മാറ്റർ ആൻഡ് ഗോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ജഗദീഷ് ഭായിയുടെ ബുക്ക്. जी, उसमें उन्होंने क्या क्या लिखा है, कहाँ कहाँ से ला कर के बातें लिखी है, कितना ज्ञान लिखा है. बाप रे बाप, पढ़ने वाला तो चकरा जाए. इतनी मोटी इतनी बड़ी किताब जो है, क्या क्या उसमें लिखा है. ജഗദീഷ് ഭായിയുടെ ആ ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭായിജി എത്രമാത്രം ജ്ഞാനത്തിനെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് അതിൽ എഴുതിയിട്ടുള്ളത്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് തന്നെ അതിശയം തോന്നും, എന്തെല്ലാം രീതിയിൽ വിസ്താരത്തിലേക്ക് ആഴത്തിലേക്ക് പോയിട്ടാണ് ജഗദീഷ് ഭായി അതിൽ ഓരോ കാര്യങ്ങളും എഴുതിയിട്ടുള്ളത്. उसके बाद भी जब वो शरीर छोड़ने वाले थे तो बाबा से रिक्वेस्ट किया था कि बाबा मुझे कुछ दिन वतन में रखना और मैं सारे ब्रह्मांड को एक्सप्लोर करना चाहता हूँ. അതുകൂടാതെ ജഗദീഷ് ഭായ് ശരീരം വിടാറായിട്ടുള്ള ആ സമയത്ത് ബാബയുടെ അടുത്ത് ജഗദീഷ് ഭായ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, ബാബ എനിക്ക് ഈ അവസാന സമയത്ത് വദനത്തിൻ്റെ, സൂക്ഷ്മവദനത്തിൻ്റെയും മൂലവദനത്തിൻ്റെയും ഒക്കെ അനുഭവം ചെയ്യണമെന്നുണ്ട്. എനിക്ക് ആ സമയത്ത് ഈ 2 ലോകത്തിൻ്റെയും അനുഭൂതിയുടെ എക്സ്പ്ലോറേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അപ്പോൾ പോലും പറഞ്ഞു എന്ന് ബാബയുടെ അടുത്ത്. संदेशी ने आके बताया कि बाबा ने जगदीश भाई को काफ़ी समय रखा वतन में और उसमें वो बहुत आनंद से इधर उधर एक्सप्लोर कर रहे थे.
അപ്പോൾ സന്ദേശി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ബാബ ജഗദീഷ് ഭായിനെ കുറച്ചധികം സമയം ഈ അനുഭൂതി ചെയ്യാൻ വേണ്ടിയിട്ട് വദനത്തിൽ വെച്ചിരുന്നു. സൂക്ഷ്മവദനത്തിൻ്റെയും മൂലവദനത്തിൻ്റെയും ഒക്കെ അനുഭൂതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം ബാബ ജഗദീഷ് ഭായിക്ക് കൊടുത്തു. सुना तो बड़ी गहराई से हर चीज को जानने की जिज्ञासा हो. जिज्ञासु कहते ना, जिज्ञासु मतलब जिसके अंदर जिज्ञासा हो, हर चीज को जानने की और अच्छी तरह से पढ़ने की, अनुभव करने की दिल से जिज्ञासा होना चाहिए. ഇപ്പം വേണ്ടത് അതാണ്. ഓരോ ജ്ഞാനത്തിൻ്റെ ഓരോ കാര്യത്തെക്കുറിച്ചിട്ടും അറിയാനുള്ള മനസ്സിലാക്കാനുള്ള ജിജ്ഞാസ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം. അതാണ് ദീദി നേരത്തെ പറഞ്ഞത്. ഇനി ഫ്രണ്ട്സ് ഇല്ല, കുടുംബത്തിൽ ആരുമില്ല, ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഇരുന്നിട്ട് ഏകാന്തമായിട്ട് മനനം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. तो हमको क्या करना है? एक्सप्लोर करना है एक एक चित्र को. पहले तो ये ज्योग्राफी एक्सप्लोर करना है, कैसी है, कैसा ये पृथ्वी लोक कैसा है. सुना, ये सारे जो संसार बना है, बहुत सारी चीज़ें इस पे एक्सप्लोर हो गई हैं. कैसे दिन और रात होता है, कैसे गोल गोल घूम रही है पृथ्वी, इतने ऋतु कैसे होते हैं. शास्त्रों की कहानियों का भी बड़ा सुंदर सुंदर कनेक्शन है इन बातों में. तो मुझे जहाँ जब जो चीज़ मिलती है मैं उसे कनेक्ट करके उस पर सोचना, मनन चिंतन करना मुझे बहुत अच्छा लगता है. बाबा कहते बच्चे, क्या सतयुग में अमावस्या होगी? अमावस्या नहीं होगी. नहीं होगी? नहीं. पूछिए क्या कहते हैं भाई बहन. ബാബ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സത്യയുഗത്തിൽ അമാവാസി ഉണ്ടാകുമെന്ന്, നിങ്ങൾ എന്ത് പറയണമെന്ന്. अच्छा, दूज का चांद होगा, ऐसा वाला ब्राइट दूज का चांद होगा तो क्या होगा? വര പോലെ കാണില്ലേ रोज ചന്ദ്രൻ. पूर्णमासी होगा. रोज कैसे पूर्णिमा था और अब फिर क्यों नहीं है? क्या हो गया? അന്ന് ദിവസവും പൂർണ്ണചന്ദ്രൻ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. പൂർണ്ണചന്ദ്രൻ എല്ലാ ദിവസവും ഇല്ലല്ലോ. അപ്പൊ എന്ത് പറ്റി അതിന്? എന്തുകൊണ്ട് അങ്ങനെ വന്നു? അപ്പൊ ദീദി പറഞ്ഞ അതാണ്, ജ്ഞാനത്തിന്റെ ഓരോ ചിത്രവും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ജോഗ്രഫി, അതായത് ഈ ഭൂമി എങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള രഹസ്യം, എന്താണ് ക്ലൈമറ്റ് മാറുന്നതിൻ്റെ രഹസ്യം എന്താണ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആഴത്തിൽ എക്സ്പ്ലോർ ചെയ്യണം, ചിന്തിക്കണം. जैसे ही द्वापर युग आया, सबसे पहले जिस मंदिर की स्थापना हुई, पूजा हुई, वो कौन सा मंदिर था? सोमनाथ. ഭക്തിമാർഗം ആരംഭിച്ചപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ക്ഷേത്രം സോമനാഥ ക്ഷേത്രം. सोमनाथ कैसे मंदिर, उसकी क्या कहानी है? സോമനാഥ शास्त्रों में बड़ा सुंदर कहानी लिखा हुआ है उसका. സോമനാഥ ക്ഷേത്രത്തിന്റെ കഥ യഥാർത്ഥത്തിൽ എന്താണ് ശാസ്ത്രത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. जानते ना उसकी कहानी? दक्ष प्रजापति की 2 बेटियां चंद्रमा के साथ उनका विवाह हुआ था. ദക്ഷ പ്രജാപതിയുടെ 2 പുത്രിമാരുടെ വിവാഹം ചന്ദ്രനുമായിട്ട് നടന്നിരുന്നു. एक का तो सती का तो विवाह शिव जी से हुआ था, बाकी 2 का विवाह किससे हुआ था? चंद्रमा से हुआ था. ഒന്ന് സതിയായിരുന്നു പുത്രി, ശിവനുമായിട്ടുള്ള വിവാഹം. മറ്റേ 2 പുത്രിമാരുടെ ചന്ദ്രനുമായിട്ട്. किसी कारण से, कोई फैमिली मैटर से दक्ष उन पे कुपित हो गए. किस पे? चंद्रमा पे. എന്തോ ഫാമിലി മാറ്റർ കാരണം ദക്ഷൻ ചന്ദ്രനോട് ദേഷ്യപ്പെട്ടു. और उन्हें क्षय हो जाने का श्राप दिया कि चंद्रमा, तुम्हें अपनी पूर्णता पे, अपनी सुंदरता पे इतना गर्व है, तुम क्षय हो जाओ. അപ്പോ ചന്ദ്രനെ ശപിച്ചു ദക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ഷയിക്കുന്ന, അത് മങ്ങുന്നത്. പൂർണ്ണചന്ദ്രൻ ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ അത് മങ്ങുന്നത്. ആ ഒരു ശാപം കൊടുത്തു. അപ്പോ जब वो क्षय होने लगे तो फिर शिव के शरण में सब पड़े. शंकर जी को शिव मानते थे, सब शिव के शरण में पड़े कि इनकी रक्षा करो. तो शिव ने आकर के उनकी रक्षा कब की? जब आखिरी लिक रह गई तो उनकी रक्षा की. तो चंद्रमा रिकवर होते गए, फिर पूर्णमासी हुए. तो कहा कि श्राप तो तुम्हें फलेगा, लेकिन कैसे फलेगा? लेकिन मुक्त, मैं क्या मुक्त कर सकता हूँ कि तुम क्षय होते जाओगे और फिर रिकवर होते जाओगे. तो तुम्हारा 1 मास का ये साइकिल होगा. कब से होगा? द्वापर युग से. उससे पहले वहाँ शास्त्रों में नहीं लिखा है द्वापर युग, लेकिन हमें पता है द्वापर युग में एक सेमी डिस्ट्रक्शन होगा जिसमें सारे इक्वेशंस चेंज हो जाएंगे.
ग्रह नक्षत्रों के पृथ्वी के सारे इक्वेशन चेंज होंगे, एक सेमी डिस्ट्रक्शन होगा जिसमें पृथ्वी के जो भी देश हैं, बाबा कहते ना पहले केवल भारत होगा, फिर दूसरे देश कैसे आए। अभी जो क्लाइमेट चेंज की बातें हो रही है उससे वो कनेक्टेड बातें हैं। ये भी एक अपने आप में बड़ा क्लास है, लेकिन आप इतना ही समझ लो कि ये जो चेंज हुआ कब हुआ, द्वापर युग में जो चेंज हुआ, धीरे धीरे इस अवस्था में आके प्रकृति है। तो बाबा ने हमें बताया है कि आप प्रकृति पतियों को फिर से सतो प्रधान प्रकृति बनाना है, जहाँ चंद्रमा भी पूर्ण चांद होगा। അപ്പോൾ കഥയിൽ ഇങ്ങനെ പറയുന്നത്, അതായത് എല്ലാവരും കൂടി ചന്ദ്രന് ശാപം കിട്ടിയല്ലോ, അപ്പോൾ എല്ലാവരും കൂടി ശിവന്റെ, അങ്ങനെയാണല്ലോ കഥയിൽ, ശിവന്റെ അടുത്ത് വന്നിട്ട് എല്ലാവരും ശിവന്റെ ചരണത്തിൽ വന്നിട്ട് യാചിച്ചു ഈ ശാപത്തിൽ നിന്ന് ഒന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശിവൻ പറഞ്ഞു, ഇങ്ങനെ ഈ രീതിയിൽ എനിക്ക് ശാപമോക്ഷം കൊടുക്കാൻ സാധിക്കും. അതായത് എന്താണെങ്കിലും ശാപം കിട്ടിയതുകൊണ്ട് ആ ചന്ദ്രന്റെ ആ പൂർണ്ണ രൂപത്തിൽ നിന്ന് എന്താണെങ്കിലും കുറഞ്ഞ് 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 ക്ഷയിച്ച് വരിക തന്നെ വേണം. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ വീണ്ടും സമ്പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്താൻ സാധിക്കും. സമയമെടുത്തിട്ടാണെങ്കിലും തിരിച്ചെത്താൻ സാധിക്കും. അങ്ങനെ ഒരു മോക്ഷം കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കഥയിൽ പറയുന്ന കാര്യമാണ്. പക്ഷെ നമുക്കറിയാം സത്യത്രേതായുഗത്തിൽ സമ്പൂർണ്ണ ചന്ദ്രനായിരുന്നു. പിന്നീട് ദ്വാപര യുഗം മുതലാണ് ഈ മാറ്റങ്ങളൊക്കെ ഭൂമിയിൽ പ്രകൃതിയിൽ വരാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ രീതിയിലുമുള്ള മാറ്റങ്ങൾ ദ്വാപര യുഗത്തിന് ശേഷമാണ് വന്നിട്ടുള്ളത്. सुना है छोटी छोटी बातें, लेकिन विचार सागर मंथन करने की कितनी अच्छी बातें हैं। सतयुग में तो पूर्ण चांद्र होता था, कभी कम ज़्यादा नहीं होता है, लेकिन ये क्यों कम ज़्यादा हुआ? इसलिए ये सब अभी जो पृथ्वी है वो 23 डिग्री में टिल्टेड है, ठीक है कि नहीं? जब बड़ा विनाश होगा तो पृथ्वी फिर अपने एक्सिस पे आ जाएगा, तो सब कुछ बड़ा परफेक्ट होगा। लेकिन द्वापर युग में जैसे ही मनुष्य आत्माएं विकारी बनती हैं तो भार पृथ्वी पे पड़ता है, और एक बहुत बड़ा जैसे देह अभिमानी बनती है मनुष्य आत्माएं, क्योंकि पहले तो देह अभिमान आता है ना, यही बहुत बड़ी चीज़ हो जाती है द्वापर युग में। जैसे ही देवताएं देह अभिमान में आते हैं, बाबा देह अभिमानी बनने को ही वाम मार्ग की बोलते हैं। हाँ, तो जैसे ही मनुष्य देवी देवताओं की आत्मा देह अभिमानी होती है तो पृथ्वी अचानक भार संभाल नहीं पाती है, तो एक छोटा सा डिस्ट्रक्शन जैसा होता है, तो उस समय पृथ्वी 23 डिग्री एक्सिस पे टिल्ट हो जाती है, तो ये सारा चेंजेस आता है. അപ്പോൾ അതിൻ്റെ രഹസ്യം ഇതാണ്, അതായത് എന്തുകൊണ്ടാണ് പൂർണ്ണ ചന്ദ്രൻ ഇപ്പം അങ്ങനെ അല്ലാതായി മാറിയത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ദ്വാപര യുഗത്തിലാണ്. എപ്പോഴാണോ ദേവീ ദേവതമാർ വാമമാർഗത്തിൽ പോയി എന്ന് ബാബ എപ്പോഴും പറയില്ല, അത് അതിൻ്റെ അർത്ഥം ഇതാണ്, ദേഹാഭിമാനികളായിട്ട് മാറിയത്. അതിൻ്റെ എഫക്റ്റാണ് ഭൂമിയിലേക്ക് വന്നത്. അപ്പോഴാണ് ഭൂമിയുടെ ആക്സിസ് 23 ഡിഗ്രി ചെരിഞ്ഞപ്പോഴാണ് സാഗരത്തിൽ നിന്ന് കുറേ രാജ്യങ്ങളൊക്കെ ഉണ്ടായതും, പിന്നെ വലിയ രീതിയിൽ ആ സമയത്തും ഒരു ഡിസ്ട്രക്ഷൻ്റെ ഒരു രൂപത്തിൽ തന്നെ പ്രകൃതിയിൽ ഭൂകമ്പങ്ങൾ ഇതെല്ലാം സംഭവിച്ചിരുന്നു. അപ്പോഴാണ് ഈ ആക്സിസ് ചെരിഞ്ഞത്. അപ്പം അങ്ങനെ ആ സമയം ദ്വാപര യുഗം മുതൽ ഈ എഫക്റ്റ് മുഴുവൻ പ്രകൃതിയിലും ജോഗ്രഫിയിലും വന്നപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത്. പൂർണ്ണചന്ദ്രൻ്റെ ആ പൂർണ്ണത കുറഞ്ഞു കുറഞ്ഞു വന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കലിയുഗത്തിൽ നമുക്കതെല്ലാം കാണാൻ സാധിക്കും. ഇനി നമ്മളുടെ ഡ്യൂട്ടി ഇതാണ്, എന്താണോ പ്രകൃതിയിൽ വന്ന ഈ ക്ഷയം അതിനെ നമുക്ക് വീണ്ടും തിരിച്ച് സമ്പൂർണ്ണതയിലേക്ക് കൊണ്ടുവരണം. അതായത് സത്യത്രേതായുഗത്തിൽ വീണ്ടും ഇനി പ്രകൃതി ആ സതോ പ്രധാന അവസ്ഥയിലേക്ക് സമ്പൂർണ്ണ ചന്ദ്രൻ വരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. सुना, ये सब बातें बाबा ने अव्यक्त वाणियों में सुनाया हुआ है. ഈ കാര്യങ്ങളെല്ലാം ബാബ അവ്യക്തവാണിയിൽ കേൾപ്പിച്ച് തന്നിട്ടുള്ളതാണ്. सतयुग कैसा होगा, सतयुग की ज्योग्राफी क्या होगी, सतयुग त्रेता युग की ज्योग्राफी क्या होगी, फिर द्वापर युग से क्या हुआ, कलयुग के अंत में क्या है. बाबा ने जैसे नहीं सब चीज़ें तो 1 to all ABCD पूरा नहीं लिखेंगे, बाबा ने एक इशारा दिया हुआ है जिस पे आपको विचार सागर मंथन करने की ज़रूरत है. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ജോഗ്രഫി സത്യയുഗം മുതൽ കലിയുഗം വരെയുള്ള പൂർണ്ണമായിട്ടുള്ള ജോഗ്രഫി ബാബ അവ്യക്ത മുരളിയിൽ നമുക്ക് കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. സത്യയുഗത്തിൻ്റെ ജോഗ്രഫി, ത്രേതായുഗത്തിൻ്റെ, ദ്വാപരയുഗത്തിൻ്റെ, ഇപ്പോൾ കലിയുഗത്തിൻ്റെ. അപ്പോൾ നമ്മൾ കുട്ടികൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ആഴത്തിൽ നമ്മൾ മനനം ചെയ്യണം, അതിൻ്റെ ഡെപ്തിലേക്ക് പോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം, മനസ്സിലാക്കണം. इसलिए बाबा के हर बच्चे की ये रिस्पॉन्सिबिलिटी है
कि वो सारे की सारी अव्यक्त वाणी पढ़ना चाहिए. അപ്പോൾ അതുകൊണ്ട് ബാബയുടെ ഓരോ കുട്ടിയുടെയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇത് കാണണം. ബാബയുടെ ഓരോ അവ്യക്ത മുരളിയും നിങ്ങൾ പഠിച്ചിരിക്കണം. हर सेंटर पे जो बहनें रहते हैं, भाई बहनें, समर्पित भाई बहनें, बीच में बहुत मधुबन में पूरा का पूरा बंच मिला. सभी लोगों ने बहुत खरीदा भी है कि नहीं, ला के रखा है. लेकिन चाहिए क्या करना, शुरू कर दीजिए. 1969 से 18 जनवरी 1969 മിക്കവാറും എല്ലാ സെന്ററിലും നമുക്ക് കാണാൻ സാധിക്കും 1969 മുതൽ ഇപ്പോൾ വരെയുള്ള അവ്യക്ത മുരളികളുടെ പുസ്തകങ്ങൾ സമർപ്പിത സഹോദരി സഹോദരന്മാരെല്ലാവരും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മുതൽ നിങ്ങൾ ഈ ഒരു കാര്യം ദൃഢമായിട്ടെടുക്കണം. 69 മുതലുള്ള ഓരോ അവ്യക്ത മുരളിയും പഠിക്കണം. सुना, वहाँ से मुरली पढ़ना शुरू करें. और 18 में लास्ट मुरली 2018 या 17 तक का मतलब बाबा के आने का रहा, जिसमें बाबा ने थोड़ा भी बच्चों को कुछ कहा. तो आप ये सारी मुरली पढ़िए तो देखना बहुत ज्ञान का विचार सागर मंथन चलेगा. मन को फोकस करने की ज़रूरत है, तब जाकर के हमको ज्ञान की गहराई का और ज्ञान के विस्तार का पता चलेगा. 69 മുതൽ അവ്യക്ത ബാബ്ദാദയുടെ മുരളി 2017 ഡിസംബർ വരെയാണ്. അപ്പോൾ ആ മുരളികളെല്ലാം നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കണം. ജ്ഞാനത്തിൻ്റെ ആഴത്തിലേക്ക് പോകണം, ജ്ഞാനത്തിൻ്റെ വിസ്താരത്തിലേക്ക് പോയിട്ട് ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. सुना, तो ये एक चीज़ है ज्ञान के विस्तार को समझने का. फिर उसके बाद ज्योग्राफी के बाद हिस्ट्री को जानने की ज़रूरत है. सुना, ये जो हिस्ट्री को जानने के लिए एक क्रिएटिव योग करते हैं. एक बार यहाँ शायद किया है बहुत शुरू में, लेकिन बहुत साल हो गया वैसा वो माहौल बना करके योग करें. क्रिएटिव योग नहीं हुआ है, लेकिन दिल अंदर कहता है कि कभी ऐसा करना चाहिए. वो योग ये है कि बहुत बड़ा गोला, सृष्टि चक्र का गोला बनाने का होता है उसमें, ठीक, और उसमें 4 युग बना देने के. एक परम धाम घर बनाना है. सुबह से स्थिति बीज रूप की बनानी है. मैं आत्मा हूँ और अब संगम युग के अंत में परम धाम घर में हूँ. बीज रूप स्थिति बाबा जो कहते हैं, ठीक है, एकदम बीज रूप स्थिति. आत्मा हूँ और कोई भान नहीं, उस भान में रहना है. അപ്പോൾ ജിയോഗ്രഫിയെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അവ്യക്ത മുരളിയിൽ മുഴുവനും ബാബ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഫർ ചെയ്യണ കാര്യം പറഞ്ഞു. ഇനി ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണെങ്കിൽ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റീവ് യോഗം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് സൃഷ്ടി ചക്രത്തിൻ്റെ ചിത്രം ഉണ്ടാക്കുക, ഒപ്പം പരംധാമത്തിൻ്റെയും. എന്നിട്ട് അനുഭവം ചെയ്യണം. ഇപ്പോൾ ഞാൻ കലിയുഗത്തിൻ്റെ അന്ത്യം, സൃഷ്ടിയുടെ അന്ത്യം സംഗമയുഗത്തിലാണ്. ഞാൻ പരംധാമത്തിൽ ജ്യോതി സ്വരൂപമായ ആത്മാവായിട്ട് അനുഭവം ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ ഒരു ക്രിയേറ്റീവ് രീതിയിലുള്ള യോഗത്തിൻ്റെ അനുഭവം ചെയ്യണം. ഹിസ്റ്ററി. सुना, एक्चुअली एक विदेशी बहन आई हुई थी हमारे पास बॉम्बे में. अगर मुझे नाम ठीक याद है तो सिस्टर एन थी वो. तो वो आई थी और उन्होंने ये क्रिएटिव योग कामदेवी के चौपाटी में कराया था. एक दिन पहले से ही उन्होंने सभी भाई बहनों को बीज रूप की स्थिति में टिका दिया. घर में जाते हुए भी मैं आत्मा बीज रूप परम धाम घर में हूँ, इसकी प्रैक्टिस करो. പരംധാം വീട്ടിലിരിക്കുന്ന നമ്മുടെ അവസ്ഥയാണ് ബീജരൂപസ്ഥിതി. അപ്പോൾ ഇതുപോലെ ക്രിയേറ്റീവ് യോഗ വിദേശത്തു നിന്ന് വന്ന ആൻ എന്ന് പറഞ്ഞ സിസ്റ്റർ ഒരു പ്രാവശ്യം ബോംബെയിൽ വെച്ചിട്ട് ചെയ്യിപ്പിച്ചിരുന്നു എന്ന്. അതായത് എല്ലാവരും അടുത്തും പറഞ്ഞു എന്ന് ഒരു ദിവസം മുഴുവനും ഞാൻ പരംധാമത്തിൽ ബീജരൂപസ്ഥിതിയിലാണ് ഇരിക്കുന്നത്. ആ അനുഭവം വീട്ടിലേക്ക് പോകുമ്പോഴും അത് ആ ഒരു അനുഭവം ചെയ്യണം എന്ന് പറഞ്ഞു. ये वाला योग हमने भी कई बार किया है. हमारे पास तो सी बीचेस हैं. शुरू में एक कुमारों की भट्टी की थी. 90 कुमार भाई इकट्ठे हुए थे और ये वाली भट्टी हमने सी बीच पे कराई थी.
बहुत बड़ा गोला निकाला सृष्टि चक्र का, 4 युग का। और ऐसा होता है ना, रेती नीचे समुद्र, तो ऊपर बिठाया ये परम धाम है, सब वहाँ बैठो। धीरे धीरे आत्माओं का अवतरण होगा। कहाँ पे? सतयुग में। ഇതുപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ കുമാരന്മാരുടെ ഭട്ടിക്ക് ഈ രീതിയിൽ ക്രിയേറ്റീവ് യോഗ ചെയ്യിപ്പിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് വലിയ ഒരു സൃഷ്ടി ചക്രത്തിൻ്റെ ഒരു ചിത്രം ഉണ്ടാക്കിയിട്ട് 4 യുഗങ്ങളും കാണിച്ചു. പിന്നെ പരംധാമത്തിൻ്റെ അനുഭവം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബനായ ബെഞ്ചി परमधाम का अनुभव। वो समुद्र जो है ना, एक हमारे जिस एरिया में हम गए थे योग भट्टी करने के लिए, तो वो सी बीच के ऊपर झाऊ बना होता है, मतलब फॉरेस्ट होता है ना। किसका? वो चिल के ट्री का। तो वहाँ वो ऊंचाई पे होता है, सैंड होता है ऊंचाई पे, तो वहाँ बैठ गए। ये परमधाम है, आप सब लोग यहाँ बैठो। അപ്പോൾ സമുദ്രത്തിൻ്റെ തീരത്താണ് ഈ അഭ്യാസം ചെയ്യിപ്പിച്ചിരുന്നത്. അവിടെ ഒരു ഏറ്റവും ഉയർന്ന ഒരു ഇരിപ്പിടം പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഇരുത്തിയിട്ട് അവരോട് പറഞ്ഞെന്ന് ഇവിടെ ഇരിക്കുമ്പോൾ പരംധാമത്തിൽ ബീജരൂപസ്ഥിതിയിലാണ് ഇരിക്കുന്നത് എന്ന അനുഭവം ചെയ്യാൻ പറഞ്ഞു. फिर हम लोग नीचे माइक तो लेके गए थे पूरा सिस्टम, तो फिर एक एक आत्मा का आवाहन किया कि अब सृष्टि पे सतयुग की स्थापना हो गई है, नई दुनिया आ गई है, अब आपका अवतरण होता है. അപ്പോൾ അവിടെ ദീദിയെല്ലാം മൈക്കൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. കമൻട്രി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ കമൻട്രിയിൽ ഇങ്ങനെ പറഞ്ഞു, ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അനുഭവം ചെയ്യണം. ഇപ്പം ഞാൻ പരംധാമത്തിൽ നിന്ന് താഴെ സൃഷ്ടിയിലേക്ക്, അതായത് സത്യയുഗത്തിലേക്ക് അവതരിക്കുകയാണ് എന്ന്. അപ്പോൾ അവർ അവിടെ നിന്ന് താഴേക്ക് നിന്ന് ഇറങ്ങി വരും. फिर सतयुग में बाबा ने सतयुग के बारे में जो कुछ भी बोला है 15 मिनट तक उसकी कमेंट्री देते रहे. എന്നിട്ട് പിന്നെ കമൻട്രി പറയുന്നത് സത്യയുഗത്തെ കുറിച്ചിട്ടായിരിക്കും. എന്തൊക്കെ ബാബ സത്യയുഗത്തെ കുറിച്ചിട്ട് അവ്യക്ത മുരളിയിലും സാകാര മുരളിയിലും ഒക്കെ വർണ്ണിച്ചിട്ടുണ്ട്, അതിൻ്റെ ആധാരത്തിൽ 15 മിനിറ്റ് കമൻട്രി സത്യയുഗത്തിൻ്റെ അനുഭൂതി ചെയ്യാൻ വേണ്ടിയിട്ട് കമൻട്രി കൊടുക്കും. सुना, 8 जन्म सतयुग में है, तो एक के बाद एक जन्म लेते आगे बढ़ते रहे. 8 जन्म ले लिए, फिर क्या युग आया? त्रेता युग आ गया. അങ്ങനെ സത്യയുഗത്തിൽ 8 ജന്മം, ഓരോ ജന്മം കഴിഞ്ഞ് ഓരോ ജന്മം കഴിഞ്ഞ് അങ്ങനെ 8 ജന്മം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത യുഗം ഏതായി? ത്രേതായുഗം. पहले से सबको ये पक्का करा दिया था कि मुझे अपने किसी एक जन्म का, 84 जन्म में से एक जन्म का साक्षात्कार जरूर करना है. ठीक, जो समय आपको अच्छा लगे, जौन सा जन्म आपको अच्छा लगे, पहले से सोच लो. और आपको इस सारे यात्रा में आपके एक जन्म का साक्षात्कार जरूर करना है. उस हिसाब से देखना कि मैं कौन सी और कैसी आत्मा हूँ. ज़्यादा जन्म का साक्षात्कार करना है, दूसरी बात है, अच्छी बात है, लेकिन कम से कम एक जन्म का साक्षात्कार करना है. പിന്നെ എല്ലാവരുടെ അടുത്തും പക്കയായിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. അതായത് ഈ 84 ജന്മങ്ങളിൽ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഒരു ജന്മം, ആ ജന്മത്തിൻ്റെ സാക്ഷാത്കാരം നന്നായിട്ട് ചെയ്യാൻ പറഞ്ഞു, അനുഭവം ചെയ്യാൻ പറഞ്ഞു. എല്ലാ ജന്മങ്ങളുടെയും കാര്യം വേറെ, പക്ഷെ ഒരു ജന്മത്തിൻ്റെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജന്മത്തിൻ്റെ സാക്ഷാത്കാരം, ഉള്ളിൽ അതിൻ്റെ അനുഭൂതി ചെയ്യാൻ പറഞ്ഞു. फिर त्रेता युग में आए, 12 जन्म लिया. कैसी दुनिया थी, क्या दुनिया की ज्योग्राफी थी, भारत कैसा था, कहाँ कहाँ पिकनिक करने के लिए कैसे जाते थे, कैसी रही हो 12 जन्म वो कैसा रहा, उसके बारे में मैक्सिमम जो आपको ज्ञान है वो आपको कमेंट्री में सुनाया जाता है. फिर आप उस पर एक एक जन्म आगे बढ़ते हैं. तो ये साक्षात्कार की बात सतयुग में एक जन्म का करना या 8 जन्म का? 8 जन्म पूरे 84 जन्मों में से जो आपको इंटरेस्टिंग जन्म लगे उसका आपको साक्षात्कार करना है या स्मृति लानी है. तो खुला छोड़ो अपने आप को कि कहाँ मुझे स्मृति आ रही है, क्योंकि स्थिति बड़ी पावरफुल. एक दिन पहले से ही आप बीज रूप स्थिति में लटके हुए हैं और फिर उसके बाद ये योग कर रहे हैं. तो पावरफुल स्थिति में जहाँ आपको खींच हो
उस जन्म का आपको पूरे का पूरा साक्षात्कार करना है. അതായത് സ്ഥിതി അത്രയും ആദ്യം എല്ലാവരുടെയും നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവരും. പരന്ധാമത്തിൽ ബീജരൂപ സ്ഥിതിയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നാണല്ലോ പിന്നെ താഴേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ഥിതിയിൽ ഓരോരുത്തർക്കും ഏത് ജന്മമാണോ അതിലേക്കാണോ ആകർഷണം വരുന്നത് അതിൻ്റെ സാക്ഷാത്കാരം ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പോൾ തുടക്കം സത്യയുഗം 8 ജന്മം, അത് കഴിഞ്ഞിട്ട് ത്രേതായുഗത്തിലേക്ക് കടക്കുമ്പോൾ 12 ജന്മം. അപ്പോൾ അവിടെ വരുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ ജോഗ്രഫിക്കലായിട്ട് എന്ത് മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ ബുദ്ധിയിൽ വെച്ച് അതിൻ്റെ ആധാരത്തിൽ അനുഭവം ചെയ്യണം. हम बच्चों को स्वदर्शन चक्र घुमाने की तो आदत है, यही तो करते हैं योग में. आजकल फिर बाबा ने अभी 20-22 साल से बाबा तो ये 5 स्वरूप की भी बात कर रहे हैं. तो बच्चों को कहीं ना कहीं इसका अभ्यास तो है ही. 5 स्वरूप का अभ्यास है, स्वदर्शन चक्र घुमाने का, सतयुग त्रेता द्वापर कलयुग संगम युग का अभ्यास तो है. उस अभ्यास का आपके पास जो मैक्सिमम आउटपुट है आप उसको लेकर के एक एक युग में आगे बढ़े. ബാബ ഒരു 20-22 വർഷമായിട്ട് നമ്മളോട് ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ് 5 സ്വരൂപങ്ങളുടെ അഭ്യാസം. അതുപോലെ തന്നെ ബാബ മുരളിയിൽ പറയാറുണ്ട്, നിങ്ങൾ സ്വദർശന ചക്രം കറക്കണം, സത്യയുഗം മുതൽ സ്വദർശന ചക്രം കറക്കണം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അഭ്യാസം ചെയ്തിട്ടുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ ആ അഭ്യാസം ചെയ്തതിൻ്റെ അനുഭൂതി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ അനുഭൂതിയുടെ ആധാരത്തിൽ നിങ്ങൾ ചെയ്ത പ്രാക്ടീസിൻ്റെ നിങ്ങൾ എന്ത് അനുഭവം ചെയ്തു ഇതിലൂടെ അതിൻ്റെ ആധാരത്തിലായിരിക്കണം ഇപ്പോൾ ഈ ക്രിയേറ്റീവ് യോഗ ചെയ്യുമ്പോൾ ഓരോ യുഗങ്ങളും ഇങ്ങനെ മറികടക്കുമ്പോൾ അതിൻ്റെ ആധാരത്തിലായിരിക്കണം അനുഭവം ചെയ്യേണ്ടത്. फिर आया द्वापर युग. मुझे द्वापर युग ज़्यादा इंटरेस्टिंग लगता है. क्यों? ये तो प्रालब्धि है, खेलना नाचना ये अच्छा है कि हमारे पुरुषार्थ के आधार पर सतयुग त्रेता स्वर्ग बना रहता है. लेकिन रियल चैलेंजेस जो हैं वो द्वापर युग से आती है. सतयुग त्रेता युग में तो कोई चैलेंज नहीं है. तो द्वापर युग को देखो, हिस्ट्री याद करो, जितनी आपको हिस्ट्री का ज्ञान है, जितना बाबा ने द्वापर युग के लिए बताया है, और वहाँ खड़े होकर के एक एक मूवमेंट में जो जो आपकी स्मृति है द्वापर युग की उसको लेके आओ. പിന്നെ അടുത്തത് ദ്വാപര യുഗത്തിലേക്ക് വരികയാണ്. ദീദി പറയണ ദീദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദ്വാപര യുഗത്തിൻ്റെ അനുഭൂതി ചെയ്യാനാണ്. കാരണം സത്യത്രേതായുഗത്തിൽ ഓക്കെ സ്വർഗം നമ്മുടെ പ്രാപ്തിയാണ്, പക്ഷെ ദ്വാപര യുഗം മുതലാണല്ലോ ചാലഞ്ചസ് തുടങ്ങുന്നത്, ജീവിതത്തിലെ പ്രതിസന്ധികൾ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കണം, എങ്ങനെയായിരുന്നുണ്ടാകും എന്നുള്ളതൊക്കെ നമ്മൾ സ്മൃതിയിലേക്ക് കൊണ്ടുവന്ന് ആ രീതിയിൽ നമ്മൾ ദ്വാപര യുഗത്തിലേക്ക് കടക്കുമ്പോൾ അനുഭവം ചെയ്യണമെന്ന്. क्या होता है द्वापर युग में? अलग अलग राज्य गढ़ते हैं, अलग अलग राजाएं होती है. हाँ, फिर कैसे कैसे हिस्ट्री क्या चला, अलग अलग धर्म पिताएं आए, उन्होंने अलग अलग बातें बताई. समाज में एक दूसरे का विरोध करने वाली बातें हुई, किसी को सपोर्ट करना, किसी को नहीं सपोर्ट करना. तो एक अलग सा वातावरण है. और इसमें हमारा द्वापर युग में मोस्टली हमारा डुअल रोल चलता है. कैसे डुअल रोल चलता है? അതായത് ദ്വാപര യുഗം മുതൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് സ്മൃതിയിലേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല പല രാജാക്കന്മാർ, അവരുടെ രാജധാനികൾ, കുറേ രാജാക്കന്മാരുണ്ടായിരിക്കുമല്ലോ. പിന്നെ അന്യധർമ്മത്തിലുള്ള ആത്മാക്കൾ വരുന്നു, അവരുടേതായിട്ടുള്ള വഴി അവർ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് വന്നിട്ട് വഴക്കുകളൊക്കെ ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു അന്തരീക്ഷമാണ് ദ്വാപര യുഗത്തിൽ. അതൊക്കെ ശരിക്കും ഫീൽ ചെയ്യണമെന്ന്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് 2 സ്വരൂപമുണ്ട് ദ്വാപര യുഗത്തിൽ. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണ് ദീദി. यहाँ हमारा डबल रोल चलता है, पूज्य और पुजारी का. 2 റോള്, ഒന്ന് പൂജ്യന്റെ ഒന്ന് പൂജാരിയുടെ. हम दुखी हैं, अपने आप को ही पुकार रहे हैं. हमारा ही पूज्य स्वरूप हमें हील कर रहा है, हमें प्रोटेक्ट कर रहा है. ठीक है, समझ में आया ये पॉइंट? അതായത് നമുക്ക് ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ പൂജാരിയായിട്ട് നമ്മൾ പൂജിക്കുന്നത് ആരെയാണ്? നമ്മുടെ തന്നെ പൂജ്യ സ്വരൂപത്തെ നമ്മൾ പൂജിച്ച് നമ്മുടെ പൂജ്യ സ്വരൂപം തന്നെയാണ് നമ്മളെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ആ ഒരു എനർജി നമുക്ക് തരുന്നത്. ഈ ഒരു അനുഭവമല്ലേ ദ്വാപര യുഗത്തിൽ ചെയ്യുന്നത്.
हम पूज्य होके बैठे हैं, हमारा ही यही संपूर्ण स्वरूप, इवन पुरुषार्थी स्वरूप, संपूर्ण स्वरूप, संगम युग का ये जीवन जो है वो कहीं ना कहीं पूज्य स्वरूप में है। वहाँ भक्त आत्माओं की जो आशा हम पूर्ण करते हैं, यहाँ तो थोड़ा बहुत होता है, लेकिन ज़्यादा जो है उसका प्रभाव द्वापर युग में, कलयुग के आधे तक भी, कलयुग के लास्ट तक भी बहुत रहता है। तो वहाँ हम पूज्य भी हैं और पुजारी भी हैं, हमारे में क्वालिटी भी है। कोई तमोगुणता नहीं आई है, राजसिकता आई है, देवताओं की क्वालिटी भी है और डिस्ट्रक्शन भी है, देह अभिमान की तरफ भी खींच है। इन सब के बीच में हम क्या कर रहे हैं? दुनिया की आत्माओं का स्टैंडर्ड क्या होगा, मेरा स्टैंडर्ड क्या होगा, उसका मुझे साक्षात्कार करना है द्वापर युग में 21 जन्म तक। ദ്വാപര യുഗത്തിലെ 21 ജന്മം, അവിടെ നമ്മൾ അനുഭൂതി ചെയ്യേണ്ടത്, സാക്ഷാത്കാരം ചെയ്യേണ്ടത് നമ്മളുടെ ഈ പാർട്ടിനെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളുടെ പൂജ്യരൂപത്തെ പൂജിക്കുകയാണ്, ഭക്തർ നമ്മളുടെ പൂജ്യരൂപത്തെ പൂജിക്കുകയാണ്. അപ്പോൾ അവിടെ ദേവതാ രൂപത്തിലുള്ള പൂജ്യസ്വരൂപ മൂർത്തി മാത്രമല്ല, സംഗമയുഗത്തിലെ നമ്മളുടെ മൂർത്തി കൂടിയുണ്ട്. ഇപ്പോൾ ഹനുമാൻ, ഗണപതി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സംഗമയുഗത്തിൻ്റെ പൂജ്യ സ്വരൂപമാണ്. അപ്പം യഥാർത്ഥത്തിൽ സംഗമയുഗത്തിനേക്കാളും ഭക്തി മാർഗത്തിലാണ് ഗണപതിക്ക്, അയ്യപ്പന് ഈ രൂപത്തിലൊക്കെ ഭക്തർ, ഇപ്പം കലിയുഗം അന്ത്യം വരെയും ആ രൂപത്തിൽ, ആ പൂജ്യ രൂപത്തിൽ എല്ലാവരും ഭക്തി ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ്വാപര യുഗത്തിൽ ഈ രീതിയിൽ ബാക്കി ഉള്ളവരുടെ അവസ്ഥ എന്താണെന്നും നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും ആ 21 ജന്മത്തിൽ, ഈ രീതിയിൽ നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അതിൻ്റെ സാക്ഷാത്കാരം അനുഭൂതി ചെയ്യണം. बहुत कुछ होता है द्वापर युग में। भक्ति शुरू होती है तो शिव बाबा का मंदिर बनाना शुरू करते हैं हम। वो जो सोने के महल थे, सारा सोना कहाँ लगाना शुरू करते हैं? बाबा के मंदिर में लगाना शुरू करते हैं, ठीक है कि नहीं? पुजारी बनते हैं, रिचुअल शुरू करते हैं, ज्ञानी आत्माएं शास्त्र लिखना शुरू करते हैं, एक दूसरे को ज्ञान देना, अनुभव बांटना शुरू करते हैं। तो एक बहुत बड़ा हलचल, मतलब जो भी है एक्चुअल लाइवली लाइफ जो है वो कहीं ना कहीं द्वापर से शुरू होता है. ശരിക്കും പറഞ്ഞാൽ ദ്വാപര യുഗത്തിലാണ് അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചറിലേക്ക്, സംസ്കാരത്തിലേക്ക് നമ്മൾ പോയിട്ട് ആ രീതിയിലുള്ള ജീവിതം ശരിക്കും തുടങ്ങുന്നത് ദ്വാപര യുഗത്തിലാണ്. കാരണം ആദ്യം തന്നെ നമ്മൾ അമ്പലം പണിയുന്നുണ്ട്, ശിവബാബയുടെ അമ്പലമാണ് ആദ്യം തന്നെ പണിയുന്നത്. എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന സ്വർണമൊക്കെ ഉപയോഗിച്ചിട്ടാണ് സോമനാഥ ക്ഷേത്രം ശിവന് വേണ്ടിയിട്ട് പണിതത്. അതോടൊപ്പം തന്നെ ജ്ഞാനിയായിട്ടുള്ള ആത്മാക്കൾ ശാസ്ത്രങ്ങൾ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ദ്വാപര യുഗത്തിലാണ്. അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായ, വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മാറ്റമാണ് ദ്വാപര യുഗത്തിൽ ഉണ്ടാകുന്നത്. हम उस समय रजो, अचानक भी रजो नहीं होते हैं, कहीं ना कहीं सात्विकता भी होती है, राजसिकता आती है, तो उस समय हमारी बुद्धि की लाइन क्लियर है. तो देखना हमारे शास्त्रों में, उस समय के लिखे हुए शास्त्रों में सारे ब्रह्मांड के बहुत सीक्रेट हैं जो अभी हमें बाबा सिखाते हैं. अभी भी हम संपूर्ण नहीं बने हैं, लेकिन जब तक शरीर छोड़ेंगे संपूर्ण बन के जाएंगे, तो वो संपूर्णता का ज्ञान और स्मृति कहीं ना कहीं बुद्धि में होगी, जो सतयुग त्रेता युग में इमर्ज नहीं होगी, द्वापर युग में इमर्ज होगी. तो द्वापर युग में हम उसके शास्त्र बनाना शुरू करेंगे. ഇപ്പൊ ദ്വാപര യുഗത്തിലെ നമ്മളുടെ അവസ്ഥ തമോന്നും ആയിട്ടില്ലല്ലോ, രജോ അവസ്ഥയാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ദേവതാ സംസ്കാരവും നമ്മുടെ ഉള്ളിലുണ്ട്, എന്നാൽ കുറച്ച് ദേഹാഭിമാനത്തിൻ്റെ. അപ്പോൾ അതൊരു രജോ പ്രധാന സംസ്കാരം, എന്നാലും നമ്മുടെ ബുദ്ധി നല്ലതാണ്. മാത്രമല്ല ഇപ്പോൾ നമുക്ക് സമ്പൂർണ്ണ അവസ്ഥ എത്തിയിട്ടില്ല, പക്ഷെ നമ്മൾ തിരിച്ചു പോകുന്നേക്കാളും മുമ്പ് എന്താണെങ്കിലും സമ്പൂർണ്ണ ജ്ഞാനം, സമ്പൂർണ്ണ സ്ഥിതി നമ്മളിൽ എത്തിയിട്ടായിരിക്കുമല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഫുൾ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. പക്ഷെ അത് സത്യത്രേതായുഗത്തിൽ എമർജ് ആകില്ല. പക്ഷെ അത് എമർജ് ആകുന്നത് എവിടെയാണ്? ദ്വാപര യുഗത്തിലാണ്. പക്ഷെ രജോ പ്രധാന ബുദ്ധി ആയതുകൊണ്ട് പൂർണ്ണമായിട്ടും എമർജ് ആവില്ല സ്റ്റിൽ. എന്നാലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയിലേക്ക് ഓർമ്മയിൽ വരും. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളിൽ പോലും ദീദി പറയാണ്, ബ്രഹ്മലോകത്തെ കുറിച്ചിട്ട് എത്ര നല്ല നല്ല പോയിന്റുകൾ, ഒരുപാട് അറിവുകൾ ശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ആ സ്മൃതി വരുന്നുണ്ടോ? നമ്മൾ തന്നെയാണല്ലോ എഴുതി വെച്ചത്. അപ്പൊ ഇപ്പൊ അത് പറയാ, ये सब कुछ हमने किया है.
ഇതൊക്കെ ചെയ്തത് നമ്മളാണ് എന്നുള്ള സ്മൃതി ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുക. फिर उसके बाद आता है घोर नरक, फिर कलयुग आया, गीत है ना अपना एक, तो उसमें फिर क्या हुआ, उसके बाद कलयुग आता है. അതിനുശേഷം ഘോര അന്ധകാരത്തിന്റെ കലിയുഗം വരികയാണ്. അതിനെക്കുറിച്ചൊരു ഗീതം ഉണ്ടല്ലോ. शुरू में हम तमो बनते हैं, ആരംഭത്തിൽ നമ്മൾ തമോ അവസ്ഥയിലാണ് കലിയുഗത്തിന്റെ. और धीरे धीरे कलयुग के अंत में तमो प्रधान बनते हैं. ये जो 42 लाइफ्स हैं, 42 जन्म हैं, उसमें हम क्या करते हैं, किस प्रकार का जन्म लिया, किस स्पीड से चले, कैसी वो फीलिंग रही, कैसी वो अनुभूति रही, फिर 42 जन्म लीजिए. അതായത് കലിയുഗത്തിലേക്ക് എത്തി നമ്മളിപ്പോൾ അനുഭൂതി ചെയ്യാൻ തുടങ്ങുകയാണ്. കലിയുഗത്തിന്റെ സ്റ്റാർട്ടിങ് തമോ അവസ്ഥയാണ്. പിന്നീട് 42 ജന്മങ്ങൾ എടുത്ത് അവസാനമാകുമ്പോൾ തമോ പ്രധാന അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ ഈ 42 ജന്മങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നത്, എങ്ങനെ നമ്മുടെ അവസ്ഥ ഇങ്ങനെ തമോ പ്രധാന സ്ഥിതിയിലേക്ക് താഴുന്നു, ഇതിനെക്കുറിച്ചിട്ടുള്ള സാക്ഷാത്കാരം. रजो अवस्था में हमने भगवान को ढूंढा, शिव बाबा 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 बाबा, अनेक समय तक, अनेक जन्म तक हम अव्यभिचारी भक्ति करते रहे बाबा की. फिर जो व्यभिचारी भक्ति भी हुई वो देवताओं की हुई. लेकिन जैसे कलयुग आया, हमने 5 तत्वों की पूजा करनी शुरू कर दी, और बाबा कहते गोबर के उपले बना के भी उसको भी पूजा करनी शुरू कर दी. कण कण में भगवान देखना शुरू किया, और फिर तमो प्रधान भक्ति भी की. जो कुछ किया उसका सारा दृष्टांत, सारा दृश्य तमो प्रधान बनने तक, आज के तारीख तक उसको साक्षात्कार करें. ഇപ്പോൾ ഭക്തി തന്നെ തുടക്കം മുതൽ ഇപ്പം വരെയുള്ള ഭക്തി ഏതെല്ലാം രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ കറക്റ്റായിട്ട് ബുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ സാക്ഷാത്കാരം, അത് ആ ദൃശ്യം അതുപോലെ കാണണം. അതായത് തുടങ്ങിയപ്പോൾ നമ്മൾ അവ്യഭിചാരി ഭക്തി, ഒരേ ഒരു ശിവബാബയുടെ മാത്രം ഭക്തിയാണ് ചെയ്തത്, സത്തോ പ്രധാന ഭക്തിയാണത്. പിന്നീട് നമ്മൾ വ്യഭിചാരിയിലേക്ക് പോയി ഭക്തി, പക്ഷെ അതും ദേവതമാരുടെ ഭക്തിയാണ് നമ്മൾ ചെയ്തത്. പക്ഷെ കലിയുഗത്തിലെത്തിയപ്പോൾ നമ്മൾ 5 തത്വങ്ങളുടെ ഭക്തി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഭക്തി തമോ അവസ്ഥയിലേക്ക് വന്നു. മാത്രമല്ല കണങ്ങളിൽ ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പൂജിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആ ദൃശ്യങ്ങൾ, നമ്മളിൽ വന്ന ആ മാറ്റങ്ങൾ, ഭക്തി ചെയ്ത രീതി, അതൊക്കെ ദൃശ്യവൽക്കരണം എന്ന് പറയില്ലേ, അതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതിൻ്റെ അനുഭൂതി ഇങ്ങനെ ചെയ്യണം. सुना, राउंड पूरा हो गया. जब हम बहुत दुख में थे, बहुत कष्ट में, एकदम डूबने वाले थे, तो क्या किया भगवान ने आके हमारा हाथ पकड़ा. അപ്പം നമ്മൾ അത്രയും ദുഃഖത്തിൽ, അത്രയും കഷ്ടത്തിൽ എത്തി കലിയുഗത്തിൻ്റെ അവസാനം. അപ്പോൾ ബാബ എന്ത് ചെയ്തു? ബാബ വന്നിട്ട് നമ്മുടെ കൈ പിടിച്ചു. क्या सीन दिखाते हैं बाबा उसका पता है? देवता थे ये, क्षत्रिय बने ये, वैश्य बने, और फिर शूद्र बने. लेकिन जैसे हम ब्राह्मण बने, क्या हो गया? चोटी आ गई यहाँ, और भगवान आके क्या करते हैं? चोटी पकड़ के खींचते हैं. അതാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. മുഖം ദേവത, കൈ ക്ഷത്രിയൻ, വയറ് വൈശ്യൻ, കാല് ശൂദ്രൻ. അതിൽ നിന്ന് നമ്മൾ ആരായി? ബ്രാഹ്മണനായി. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ കുടുംബി. അതാണ് അവസാനമായപ്പോൾ ബാബ നമ്മളെ കുടുംബിക്കാണ് പിടിച്ച് പൊക്കിയത്, ഉയർത്തിയത്. और चोटी को भी कब खींच सकते हैं? आप अगर बनारस साइड में जाएंगे ना, तो वहाँ पंडितों को देखना, आपके यहाँ पे भी होता है ना, यहाँ चोटी होगा, और चोटी के नीचे फूल का फुंदा भी लगाते हैं. पता है क्यों लगाते हैं फूल का फुंदा? भगवान जब खींचेंगे, खाली बाल होगा तो हाथ से फिसल जाएगा, ये जो फुंदा होगा वो अटक के रखेगा, അപ്പോൾ और खींचना इजी होगा. ബനാറസിന്റെ ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും എങ്ങനെയാണ് കുടുംബി എന്നുള്ളത് കാണാൻ പറ്റുന്നത്. അതായത് അവരുണ്ടാക്കുക എങ്ങനെയാ അറിയോ? ഇങ്ങനെ ഒരു വാല് പോലെ ആയിരിക്കുമല്ലോ, ആ വാലിന്റെ അറ്റത്ത് കെട്ടിയിട്ടിരിക്കണ കണ്ടിട്ടില്ലേ? അപ്പോൾ എന്തിനായിരിക്കും അങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടാവുക? അതായത് ഭഗവാൻ നമ്മളെ വലിക്കുമ്പോൾ ആ കെട്ടില്ലെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് മുടി വഴുതി പോകും. അപ്പോൾ വഴുതി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിട്ടിരിക്കുകയാണ്. फिर संगम युग को विजुअलाइज करें, जब हमें शिव बाबा मिले और आके कहा कि बच्चे तुम मेरे बच्चे हो, तुमने इतनी लंबी यात्रा की है,
मुझसे मेरे कौन से बच्चे हो, मीठे बच्चे शुरू किया, अंत में क्या बोला, मीठे 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 सिक्की लद्दे बच्चे, लॉन्ग लॉस्ट नाउ फाउंड। तुम मुझसे 5000 साल से बिछड़े हुए हो, अब फिर मिले हो, तुम्हें मिलने के लिए मैं भी तरस गया था। वाह भाई वाह, क्या बात है। हाँ, സംഗമയുഗത്തിലെത്തി നമ്മൾ. അപ്പോൾ എന്താണ് നമ്മുടെ അനുഭവം? ബാബ വന്ന് നമ്മുടെ കൈ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ കുട്ടിയാണ്, മധുരമായ കുട്ടിയാണ്, മധുരമധുരമായ കുട്ടിയാണ്. മീറ്റേ മീറ്റേ സിക്കിലതെ ബച്ചേ. സിക്കിലതെ എന്ന് പറഞ്ഞാൽ വളരെ നാളുകൾക്ക് ശേഷം തിരിച്ചു കിട്ടിയ കുട്ടി. അപ്പോൾ ബാബയും പറഞ്ഞു, ഞാനും എൻ്റെ കുട്ടിയെ കിട്ടാൻ വേണ്ടി, കാണാൻ വേണ്ടി എത്ര നാളായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലഹരി അനുഭവം ചെയ്യാം. सुना, ये आ गए यहाँ पे, अब घर वापस जाना है। यहाँ प्यूरिफिकेशन का क्या प्रोसेस हो रहा है, वापस कैसे जाना है, उसका साक्षात्कार करो। लेकिन वापस जाने से पहले यहाँ हम अटका देते हैं, ठहरो. അപ്പോൾ അതിൻ്റെ അനുഭവം വന്നല്ലോ. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ സാക്ഷാത്കാരം ഇനി കാണണം, അനുഭവം, ആ ദൃശ്യം കാണണം. അപ്പം നമുക്കറിയാം, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നേക്കാളും മുമ്പ് സൂക്ഷ്മവദൻ की बात, वापस घर जाना था ना, संगम युग में संपन्न हो गए, संपन्न होने के बाद, संपूर्ण बनने के बाद वापस घर जाना था। अभी घर नहीं जाओ, यहीं पे खड़े रहो। ऐसा उस क्रिएटिव योग में ऐसा करते हैं, संगम युग पे आके खड़ा कर देते हैं थोड़ी देर. അപ്പോൾ തിരിച്ചു പോകണമല്ലോ, ചക്രം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ക്രിയേറ്റീവ് യോഗം ചെയ്യുമ്പോൾ സംഗമയുഗത്തിൻ്റെ ഭാഗം വരുമ്പോൾ, അപ്പോൾ സംഗമയുഗത്തിലാണ് വീണ്ടും നമ്മൾ സമ്പൂർണവും സമ്പന്നവുമായ അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ പറയും, ഇപ്പോൾ തിരിച്ചു പോകാൻ വരട്ടെ, അവിടെ നിൽക്കൂ എന്ന് പറയും. सुना, यहाँ तक सबको समझ में आ गया? ഇതുവരെയുള്ളതെല്ലാം മനസ്സിലായില്ലേ? सतयुग, त्रेता, द्वापर, कलयुग के बाद कहाँ खड़े हैं? अभी संगम युग में खड़े हैं. देख लिया कैसा था ये? അത് ശരിക്കും ആ ദൃശ്യം കാണുന്നുണ്ടല്ലോ. ഒന്ന് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് സംഗമയുഗത്തിൽ. अभी चीज़ें ऐसी लग रही है सुनाया जा रहा है, सुन रहे हैं, लेकिन इसके लिए बहुत पावरफुल स्थिति चाहिए, तो इसको सारा अनुभव करते जाते हैं. ये जो अनुभव आपने एक राउंड में किया, यहाँ खड़े होने के बाद आपको बोला जाता है अब उल्टे साइड से चलो. कलयुग के अंत से यात्रा शुरू करो. അതായത് ഇപ്പോൾ സംഗമയുഗത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ സ്ഥിതിയിൽ നിന്നിട്ട് നമ്മൾ അതിൻ്റെ അനുഭൂതി ചെയ്യുകയാണ്. ഇപ്പോൾ പറയുന്നത് ഇതാണ്, ഇനി ഈ സംഗമയുഗത്തിൽ നിന്ന് റിട്ടേൺ, തിരിച്ച് ബാക്കിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കലിയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, सत्ययुगम. सुना, ये जो यात्रा होती है ना, बहुत इंटरेस्टिंग होती है. उस समय भाई बहनों को बहुत साक्षात्कार होता है, बहुत अच्छा फील होता है. मैं आपको सच बताऊं, इस योग के लिए ना स्थिति बहुत पावरफुल चाहिए. ദീദി പറഞ്ഞ ഇതാണ്, ഇതൊക്കെ അനുഭവം ചെയ്യണമെങ്കിൽ നല്ല യോഗത്തിൻ്റെ സ്ഥിതി ഉണ്ടായിരിക്കണം. സ്ഥിതി യോഗത്തിൻ്റെ വന്നാലേ ഈ അനുഭൂതി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അനുഭൂതി ഉണ്ടാവാറുള്ളത് ഇങ്ങനെയാണ്. ഈ തിരിച്ചുള്ള റിട്ടേൺ ഉണ്ടല്ലോ, അവിടെയാണ് ഏറ്റവും നല്ല അനുഭൂതി എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അതിന് യോഗത്തിൻ്റെ നല്ല ഉയർന്ന സ്ഥിതി ഉണ്ടാവണം. मुझे बहुत दिल है उस योग को दोबारा करने और कराने की, लेकिन पहले वो स्थिति चाहिए. ദീദിക്ക് വളരെ ആഗ്രഹം വരികയാണെന്ന് വീണ്ടും ആ ക്രിയേറ്റീവ് യോഗം ഈ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് നല്ല സ്ഥിതിയും കൂടി ഉണ്ടാകണം. और फिर ये जो दोबारा ये जो यात्रा करते हैं ना, तो उसमें आपका अपना अनुभव बहुत काम करता है. मैं जैसे अपने आप को कहूँ तो इस 50 साल की उम्र में, जो भी 50-54 तक की भी चलो आयु है हमारी, इस उम्र में हमने दुनिया को कैसा देखा, ये जो चेंज देखा वो कैसा चेंज था. आज स्टैंडर्ड ऑफ लिविंग बढ़ गया है, लेकिन क्वालिटी ऑफ लाइफ
कम हो गया है, हुआ है कि नहीं हुआ है? तो जो क्वालिटी ऑफ लाइफ था, स्टैंडर्ड ऑफ लिविंग को छोड़ो, जो क्वालिटी ऑफ लाइफ था उससे आप थोड़ा एनालाइज करें. ദീദി പറയാണ് എൻ്റെ ഈ ഒരു ജീവിതത്തിൽ തന്നെ ഇപ്പം 54 വയസ്സ്, ഈ ഒരു ഇത്രയും വർഷങ്ങളുടെ ഉള്ളിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കറിയാം എല്ലാവരുടെയും ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ്, ലൈഫിൻ്റെ സ്റ്റാൻഡേർഡ് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ മൂല്യം, ക്വാളിറ്റി കുറഞ്ഞു വന്നു. അപ്പോൾ ഏത് രീതിയിലാണ് ആ ക്വാളിറ്റി കുറഞ്ഞു വന്നിരിക്കുന്നത്, അതിനെക്കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. तो आप देखोगे कि आज से 50 साल पहले भी दुनिया बहुत अच्छी थी. लोगों का आपस में बहुत प्यार था, अंडरस्टैंडिंग थी. सब पूरे गांव के लोग एक फैमिली होते थे, एक दूसरे से कनेक्टेड होते थे, शेयरिंग था, केयरिंग था. लोगों में आत्मबल बहुत था. किसी तूफान से कोई डरता नहीं था. किसी भी कॉन्टिजेंसी से, किसी भी प्रकार के चैलेंजेस से लोगों को भय नहीं लगता था. ഒരു 50 कितने स्ट्रॉन्ग थे वो लोग. 50 വർഷം മുമ്പത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം എല്ലാവരുടെയും ഇടയിൽ വളരെ ഒരു സ്നേഹമുണ്ടായിരുന്നു, പരസ്പരം എല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ ആ ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല എല്ലാവർക്കും വളരെ ആത്മബലമുണ്ടായിരുന്നു. അവരങ്ങനെ പ്രകൃതിക്ഷോഭങ്ങളൊന്നും കണ്ടാലും എന്തെങ്കിലും അങ്ങനെയുള്ള വിപരീത സാഹചര്യങ്ങൾ വന്നാലൊന്നും അങ്ങനെ ഭയപ്പെടുന്നവരായിരുന്നില്ല. ആത്മബലമുണ്ടായിരുന്നു. कम था लेकिन गम नहीं था. सुना? कम था लेकिन गम नहीं था. सब चीजें कम थी. महल സ്റ്റാൻഡേർഡ് കുറവായിരുന്നു. സാധനങ്ങളുടെ ഉപയോഗിക്കാനുള്ള സ്ഥൂലമായിട്ടുള്ള വസ്തുവൈഭവങ്ങളൊക്കെ കുറവായിരുന്നു, കമ്മായിരുന്നു. പക്ഷെ ഗം എന്ന് പറഞ്ഞാൽ ദുഃഖം ഉണ്ടായിരുന്നില്ല. सुना? कम था लेकिन गम नहीं था. छोटी सी भी चीजें, थोड़ी चीजें थी लेकिन शेयरिंग थी. കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതെല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു ഷെയറിങ് മനോഭാവം എല്ലാവർക്കും കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഗം ഉണ്ടായിരുന്നില്ല, ദുഃഖം ഉണ്ടായിരുന്നില്ല. आपको ये सोचना है कि केवल 50 साल पहले अगर इतना अच्छा कुछ था तो 50 साल और पहले कितना अच्छा. അപ്പൊ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, 50 വർഷം മുമ്പത്തെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും 50 വർഷം മുമ്പത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു ഉണ്ടാകും. फिर 50 साल और सोचो कितना അതിനു മുമ്പ് 50 വർഷം, അങ്ങനെ ചിന്തിക്കൂ. फिर 50 साल का सोचो. तो आप ये पूरा कलयुग धीरे धीरे चलो तो आपको दिखेगा कि कलयुग में भी कितनी सुख, शांति, आनंद, प्रेम, पवित्रता, शक्ति सब कुछ था. लोग आजकल की तरह इम्प्योर नहीं थे. प्योरिटी भी बहुत अच्छी थी लोगों में. ऐसे कई दृष्टिवृत्ति लोग नहीं खराब करते थे. बहुत चरित्रवान होते थे. चरित्र को बहुत इम्पोर्टेंस दिया जाता था. तो दुनिया आज जैसे विकारों की आग में जल रही है, कलयुग के अंत तक, आज से 100 साल पहले तक भी ऐसे कोई आग अग्नि में नहीं जला करता था कुछ भी. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്ന് പുറകോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അനുഭവം വരുന്നത് ഇതാണ്. നല്ലതായിരുന്നു പുറകോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലിയുഗത്തിൽ വെച്ച് നോക്കുകയാണെങ്കിലും ഇപ്പോഴാണ് ഇത്രയും താഴ്ന്ന അവസ്ഥ, പവിത്രമായിട്ടുള്ള അവസ്ഥ വന്നിട്ടുള്ളത്. പക്ഷെ കലിയുഗത്തിൻ്റെ ആദ്യമൊന്നും അങ്ങനെ ആയിരുന്നില്ല. സുഖം, ശാന്തി, പവിത്രത ഇതൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയാണ്. ദീദി योग में ही इस चीज को आप अनुभव करें, लाल लाइट करें. और हाँ, यही योग है क्योंकि हम स्वदर्शन चक्र घुमा रहे हैं और अपने 5 स्वरूपों का साक्षात्कार कर रहे हैं. सीधा होके बैठे और इसे महसूस करें. ये जो हम स्वदर्शन चक्र को दूसरे एंगल से घुमा रहे हैं, സ്വദർശന ചക്രം കറക്കുന്ന അനുഭൂതി, അത് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന യോഗം. सभी भाई बहनें संगम युग पे खड़े हो जाएं. എല്ലാവരും ഇപ്പോൾ സംഗമ യുഗത്തിൽ നിൽക്കൂ. स्वयं को देखें. സ്വയം അവനവനെ നോക്കൂ. मैं श्वेत वस्त्रधारी
ब्राह्मण आत्मा हूँ। ഞാൻ ശുഭ്രവസ്ത്രധാരിയായ ബ്രാഹ്മണാത്മാവാണ്. शुद्ध हूँ, पवित्र हूँ। ഞാൻ ശുദ്ധമാണ്, പവിത്രമാണ്. सर्वशक्तिवान शिव बाबा के सानिध्य में हूँ। സർവശക്തിവാനായ ശിവ് ബാബയുടെ സാന്നിധ്യത്തിലാണ്. अभी मुझ ब्राह्मण को आज तक के लिए हुए सृष्टि रंगमंच के जन्मों का साक्षात्कार करना है। ബ്രാഹ്മണാത്മാവായ എനിക്ക് ഇപ്പോൾ ഈ സൃഷ്ടി നാടകത്തിൽ ഇതുവരെ എടുത്തിട്ടുള്ള ജന്മങ്ങളുടെ സാക്ഷാത്കാരം ചെയ്യണം. अपने अंतिम जन्म का साक्षात्कार करें। അന്തിമ ജന്മത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യൂ. इस घोर कलयुग के अंत में भी ഈ ഘോരമായ കലിയുഗത്തിൻ്റെ അന്തിമത്തിലും मुझ आत्मा का जन्म ആത്മാവായ എൻ്റെ ജന്മം दुनिया की अनेक आत्माओं से श्रेष्ठ रहा। ലോകത്തിലുള്ള അനേക ആത്മാക്കളിലും വെച്ച് ശ്രേഷ്ഠമാണ്. मुझे अच्छे माता पिता मिले। എനിക്ക് നല്ല അച്ഛനെയും അമ്മയെയും ലഭിച്ചു. प्यार करने वाला लौकिक परिवार मिला। സ്നേഹിക്കുന്ന ലൗകിക കുടുംബത്തെ ലഭിച്ചു. अपने इस ब्राह्मण जीवन का साक्षात्कार करें। इस अंतिम जन्म का साक्षात्कार करें। തൻ്റെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യും. അന്തിമ ജന്മത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യും. 84 जन्म का ये अंतिम जन्म भी बहुत ही अच्छा जन्म बाबा ने दिया है। 84 ജന്മങ്ങളിൽ അന്തിമ ജന്മവും ഏറ്റവും നല്ല ജന്മമാണ് ബാബ എനിക്ക് നൽകിയിട്ടുള്ളത്. बाबा के लगभग ब्राह्मण बच्चे शरीर से तंदुरुस्त हैं। ബാബയുടെ ഓരോ ബ്രാഹ്മണ കുട്ടിയും ശരീരത്തിൻ്റെ ആധാരത്തിൽ വളരെ ആരോഗ്യവാന്മാരാണ്. उनका मन भी बहुत दुरुस्त है, उमंग उत्साह से भरा हुआ है। മനസ്സും വളരെ ആരോഗ്യത്തിലാണ്, വളരെ ഉണർവും ഉത്സാഹവും നിറഞ്ഞ അവസ്ഥയാണ്. आप अपने आप को भी देखें। आपके समय में आपके आसपास, आपके परिवार में जितने भी बच्चे हुए होंगे, आप उनमें से आउटस्टैंडिंग रहे होंगे। സ്വയം തന്നെ നിങ്ങളുടെ ജീവിതം ഒന്ന് നോക്കൂ. എൻ്റെ അതേ പ്രായത്തിലുള്ളവർ, കുട്ടികൾ, അവരെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതം
എത്ര വ്യത്യസ്തമാണ്. गुणवान, चरित्रवान, दूसरों को मदद करने की वृत्ति, ഞാൻ ഗുണവാനാണ്, ചരിത്രവാനാണ്, മറ്റുള്ളവർക്ക് സഹയോഗം നൽകുന്ന മനോവൃത്തിയുള്ള ആളാണ്. धीरे धीरे इस जन्म के बचपन तक पहुँचे പതുക്കെ പതുക്കെ ബ്രാഹ്മണ ജന്മത്തിൻ്റെ കുട്ടിക്കാലത്തേക്ക് വരും. अब इससे पहले वाले जन्म को साक्षात्कार करें. ഇനി ഇതിന് തൊട്ട് മുമ്പത്തെ ജന്മത്തിൻ്റെ സാക്ഷാത്കാരം കാണും. जो ऑब्वियसली इस जन्म से ज़्यादा अधिक अच्छा था. അത് തീർച്ചയായും ഈ ജന്മത്തെക്കാളും നല്ല ജന്മം തന്നെയായിരിക്കും. माता पृथ्वी के इस रंगमंच पर, स्टेज पर मेरा अभिनय कैसा रहा? ഈ ഭൂമിയാകുന്ന നാടകവേദിയിൽ എൻ്റെ പാർട്ട്, അഭിനയം എങ്ങനെയായിരുന്നു? धीरे धीरे और आगे बढ़े. इस जन्म से अच्छा पहला उससे जन्म, उससे पहला जन्म उससे अच्छा, उससे पहला जन्म उससे भी अच्छा. बीच बीच में खड़े होकर के उस जन्म को इमर्ज करें. मेरा कैसा जन्म रहा होगा? അന്തിമ ജന്മത്തെക്കാളും നല്ലതായിരിക്കും എൻ്റെ തൊട്ട് മുമ്പത്തെ ജന്മം. അതിലും നല്ലതായിരിക്കും അതിനും മുമ്പത്തെ ജന്മം. ഇങ്ങനെ ഓരോ ജന്മവും സാക്ഷാത്കാരം കണ്ടുകൊണ്ടിരിക്കും. और पीछे जाएं. कलयुग के 42 जन्मों को देखें. जरूर मैं आत्मा कहीं ना कहीं विश्व की आत्माओं की सहयोगी आत्मा रही. അങ്ങനെ ഞാൻ മനസ്സിലാക്കുകയാണ്, കലിയുഗത്തിലെ എൻ്റെ 42 ജന്മങ്ങളിൽ ഞാൻ എപ്പോഴും മറ്റാത്മാക്കൾക്ക് വേണ്ടി സഹയോഗിയായിരുന്നു. द्वापर युग के 21 जन्मों को भी देखें. ദ്വാപരയുഗത്തിലെ 21 ജന്മങ്ങളും ഇതുപോലെ തന്നെ കാണും. कलयुग के एक राजा ने अपने लिए मैसूर पैलेस बनाया है, तो उससे पूर्व द्वापर युग में हम राजाओं ने
किस प्रकार के पैलेस और फोर्ट्स बनाए होंगे, उनका भी सूक्ष्म बुद्धि के नेत्र से साक्षात्कार करें। ഈ കലിയുഗത്തിൽ ഒരു രാജാവിന് മൈസൂർ പാലസ് പോലെ ഒരു പാലസ് പണിയാമെങ്കിൽ ദ്വാപര യുഗത്തിലെ രാജാക്കന്മാരായിരുന്ന നമ്മുടെ പാലസ്, നമ്മൾ പണിത പാലസ്, കോട്ടകൾ എല്ലാം എത്ര ഗംഭീരമായിരിക്കണം, സാക്ഷാത്കാരം കാണും. त्रेता के बाद द्वापर जाएं, देवताएं हैं हम, अनुभव करें। बाबा उसे सिल्वर वर्ल्ड कहते हैं। ദ്വാപര യുഗത്തിനും പുറകോട്ട് പോകൂ. ഞാനിപ്പോൾ ത്രേതായുഗത്തിലെ ദേവതയാണ്. ബാബ ഇതിനെ സിൽവർ ഏജ് എന്നാണ് വിളിച്ചത്. इस सतयुग में हम आत्माएं उतरे थे अपने परम धाम घर से। अब चुपचाप अपनी उड़ान भर के परम धाम घर चले। സത്യുഗത്തിലെ നമ്മളുടെ അവസ്ഥ പരംധാമത്തിൽ നിന്നും ആദ്യമായി താഴേക്കിറങ്ങി വന്ന ഏറ്റവും നല്ല അവസ്ഥയായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് പരംധാമത്തിലേക്ക് പോകുന്നതിൻ്റെ അനുഭവം ചെയ്യും. चले घर में कुछ देर बहुत शांति से, प्यार से बाबा के सन्मुख बैठते हैं। പരംധാമമായ എൻ്റെ വീട്ടിൽ ഞാൻ വളരെ ശാന്തിയോടെ നിശബ്ദമായി ബാബയുടെ സമീപത്തിരിക്കുന്ന അനുഭവം ചെയ്യും. अब थोड़ा उससे पहले वाली स्थिति को स्मृति में लाएं। बीज रूप आत्म स्थिति में परम धाम घर में रहने से पूर्व की स्थिति स्मृति में लाएं। പരംധാമത്തിൽ ബീജരൂപ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കും. घर जाने से पूर्व हम फरिश्ते थे। പരംധാമത്തിൽ
എത്തുന്നതിന് തൊട്ടു മുമ്പത്തെ നമ്മുടെ രൂപം സ്മൃതിയിലേക്ക് കൊണ്ടുവരും. പരംധാമത്തിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ഫരിഷ്തയായിരുന്നു. अपने फरिश्ते स्वरूप की स्मृति में आए. തൻ്റെ ഫരിഷ്ത സ്വരൂപത്തിൻ്റെ സ്മൃതിയിലിരിക്കും. फरिश्ते स्वरूप को अनुभव करें. ഫരിഷ്ത സ്വരൂപത്തെ അനുഭവം ചെയ്യൂ. വളരെ ഭാരരഹിതമാണ്. प्रकाशमय हूँ. പ്രകാശമയമാണ്. स्वयं को बहुत लाइट महसूस करें. ഞാനിപ്പോൾ വളരെ ഭാരരഹിതമാണെന്ന് അനുഭവം ചെയ്യും. उड़ने के पोज में आए. പറക്കുന്നതായി അനുഭവം ചെയ്യും. കാലിൻ്റെ ഉപ്പുറ്റി കുറച്ച് മേലേക്കാക്കി. स्थिति को भी उतना हल्का बनाए. മനസ്സിൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ ഭാരരഹിതമാക്കി വയ്ക്കും. चेहरे पे फरिश्तों जैसा मुस्कुराहट लाएं. മുഖത്തിൽ ഫരിഷ്തകളുടെ പോലെ പുഞ്ചിരി കൊണ്ടുവരും. अपने आसपास के फरिश्तों को बहुत प्यार से देखें. തൊട്ടടുത്ത് നിൽക്കുന്ന ഫരിഷ്തയെ വളരെ സ്നേഹത്തോടു കൂടി നോക്കൂ. സൈഡിലോ പുറകിലേക്കോ നോക്കാം. फरिश्तों के सुंदर सभा को देखें. ഈ ഫരിഷ്തകളുടെ സുന്ദരമായ സഭയെ ഒന്ന് നോക്കൂ. स्मृति में लाएं. ये सब फरिश्ते हैं. ഇതിങ്ങനെ സ്മൃതിയിലേക്ക് കൊണ്ടുവരൂ. ഇവിടെയുള്ളവരെല്ലാവരും ഫരിഷ്തകളാണ്. हम सभी रहनुमा फरिश्ते हैं. പറക്കുന്ന സന്തോഷം നിറഞ്ഞ ഫരിഷ്തകളാണ്. ആത്മീയ ഫരിഷ്തകളാണ്. विश्व की आत्माओं को राह दिखाने वाले फरिश्ते हैं. വിശ്വത്തിലെ ആത്മാക്കൾക്കെല്ലാം വഴി കാണിച്ചു കൊടുക്കുന്ന ദയാമനസ്സുള്ള ഫരിഷ്തകളാണ്. अब सूक्ष्म में अनुभव करें कि सचमुच मैं पंखों वाला डबल लाइट फरिश्ता हूँ. സൂക്ഷ്മമായിട്ടും ഇത് അനുഭവം ചെയ്യൂ. ഞാൻ യഥാർത്ഥത്തിൽ ചിറകുകളുള്ള ഫരിഷ്തയാണ്. नुमा श्याम के इस पवित्र समय में हे फरिश्तों, चलो विश्व की आत्माओं को परमात्मा राह दिखाते हैं. ഈ സന്ധ്യാസമയത്തെ പവിത്രമായ ഈ സമയത്ത് ഫരിഷ്തകളെ വരൂ. ഈ വിശ്വത്തിലെ ആത്മാക്കൾക്ക് പരമാത്മാവിൽ എത്തിച്ചേരാനുള്ള വഴി പറഞ്ഞു കൊടുക്കാം. स्थूल शरीर को इस स्थान पे विराजमान करें. എല്ലാവരും ഇരുന്നു.
फरिश्ता स्थिति को स्मृति में रखें और स्थूल शरीर को आराम से बैठने दीजिए। ഫരിഷ്ത സ്ഥിതി സ്മൃതിയിൽ വച്ച് സ്ഥൂല ശരീരത്തിൽ വളരെ വിശ്രമത്തോടെ ശാന്തമായിട്ടിരിക്കും. अब फरिश्ता बनकर उड़ना शुरू करें. അങ്ങനെ ഇരുന്നുകൊണ്ട് ഫരിഷ്തയായി പറക്കാൻ തുടങ്ങും. पहले इस सुंदर से भवन में उड़ान भरे, अपने वाइब्रेशंस दें, खुशी के, शांति के, प्यार के, आनंद के. ആദ്യം ഫരിഷ്തയായി പറന്ന് ഈ സുന്ദരമായ ഭവനത്തിനു ചുറ്റും ശാന്തിയുടെയും സുഖത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയുമെല്ലാം വൈബ്രേഷൻസ് നൽകിക്കൊണ്ടിരിക്കും. हम इतने सारे फरिश्ते अब ऊंची उड़ान भर रहे हैं. ഇത്രയും ഫരിഷ്തകൾ ഒരുമിച്ച് ഉയരത്തിലേക്ക് പറക്കുകയാണ്. बाबा के पूरे ज्ञान सरोवर में छा जाएं. ബാബയുടെ ഈ ജ്ഞാന സരോവരം മുഴുവനും മുകളിൽ പറക്കുന്ന ഫരിഷ്തകളായ നമ്മളാണ്. ചാർജ് ചെയ്യും. हमारी आत्मा का डबल लाइट स्वरूप गगन के ऊपर आकाश में दिखाई दे रहा है. നമ്മൾ ആത്മാക്കളുടെ ഈ ഡബിൾ ലൈറ്റ് സ്വരൂപം മുകളിൽ ആകാശത്ത് കാണപ്പെടുന്നു. विश्व की जो भी भक्त आत्माएं दूर दृष्टि से फरिश्तों को ढूंढ रही है, उन्हें हमारे इतने सारे फरिश्तों के एक साथ उड़ते हुए का साक्षात्कार हो रहा है. വിശ്വത്തിലുള്ള എല്ലാ ഭക്താത്മാക്കളും ഫരിഷ്തകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇത്രയും ഫരിഷ്തകളെ ഒരുമിച്ച് ആകാശത്ത് ഭക്തർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. अब हे फरिश्तों, चलो विश्व गगन पे दूर दूर तक छा जाते हैं. अपने सूक्ष्म पंखों को खूब फैलाकर उड़ान भरते हैं.
വരൂ ഫരിഷ്തകളെ, വിശ്വമാകുന്ന ആകാശത്തിൽ ഫരിഷ്തകളായി പറന്ന് പറന്ന് മുഴുവൻ വിശ്വത്തിലേക്കും വൈബ്രേഷൻസ് നൽകിക്കൊണ്ടേയിരിക്കും. अब हर फरिश्ता अपनी उड़ान का आनंद खुद ले. ഇനി ഓരോ ഫരിഷ്തയും സ്വയം പറന്ന് പറന്ന് വിശ്വം മുഴുവനും വൈബ്രേഷൻ നൽകുന്നതായി സ്വയം അനുഭവം ചെയ്യും.
मुझे बहुत स्ट्रॉन्ग प्रेरणा आ रही है कि इस बार हम ये सृष्टि चक्र वाला क्रिएटिव योग करें. ജി ദീദി പറയാണ് ദീദിക്ക് ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊന്ന് ഇങ്ങനെ പ്രേരണ വരികയാണ്. ദീദി പറഞ്ഞതുപോലെ ആ സൃഷ്ടി ചക്രത്തിൻ്റെ വലിയ ചിത്രം ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ പറഞ്ഞ രീതിയിൽ ക്രിയേറ്റീവ് യോഗ ചെയ്യാം എന്ന്. थोड़ा इसमें आंतरिक शक्ति चाहिए, स्ट्रॉन्ग वाइब्रेशंस चाहिए. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ നല്ല ആന്തരിക ശക്തി ഉണ്ടായിരിക്കണം, നല്ല സ്ട്രോങ് വൈബ്രേഷൻസ് വരണം. सबका बहुत पावरफुल पॉजिटिव एनर्जी चाहिए. എല്ലാവരുടെ ഉള്ളിലും വളരെ പോസിറ്റീവ്, വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജി ആയിരിക്കണം. तो हम अवश्य ही कुछ ना कुछ अनुभव करेंगे, जैसे कि वो स्मृति पलट पे छप जाए, वो अनुभव हमारी पूंजी बन जाए. അതായത് സ്മൃതിയിൽ മുദ്ര അടിച്ച പോലെ ആ അനുഭൂതി വരണം. ഒരിക്കലും നമ്മൾ പിന്നെ ആ അനുഭൂതി മറക്കാത്ത രീതിയിൽ അങ്ങനെ അനുഭൂതി ചെയ്യാൻ നമുക്ക് സാധിക്കണം. ठीक है, तो तैयारी आज से करनी पड़ेगी. परम धाम की अनुभूति में रहें, बीज रूप आत्मस्थिति में स्थित रहने की कोशिश करें. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഇപ്പം മുതൽ തന്നെ ചെയ്യണം. അതായത് പരംധാമത്തിൽ ബീജരൂപ സ്ഥിതിയിലിരിക്കുന്നതിൻ്റെ അനുഭൂതി കൂടുതൽ സമയം ചെയ്തുകൊണ്ടിരിക്കുക. 5 स्वरूप का बाबा जो बार बार अभ्यास करने को कह रहे हैं, उसे गहराई से अनुभव करें. അതുപോലെ 5 സ്വരൂപങ്ങളുടെ അഭ്യാസം ബാബ എപ്പോഴും ചെയ്യാൻ പറയുമല്ലോ, അതും ആഴത്തിൽ അനുഭവം ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. कल अमृत वेले भी 5 स्वरूप का योग करें. बार बार 5 स्वरूप को अनुभव करें. जो भी स्वरूप अच्छा लगे उसमें टिक जाए. फरिश्ता स्वरूप अच्छा लग रहा है, कुछ समय टिक जाए. നാളെ അമൃതവേളയ്ക്കും 5 സ്വരൂപങ്ങളുടെ അഭ്യാസം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഏത് സ്വരൂപമാണ് നമുക്ക് നല്ല അനുഭൂതി തരുന്നത്, ഇപ്പോൾ ഫരിഷ്ത സ്വരൂപമാണെങ്കിൽ ആ സ്വരൂപത്തിൽ തന്നെ കുറച്ചു നേരം സ്ഥിതി ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യണം നാളെ അമൃതവേളയ്ക്ക്. वैसे भी आप सब साइलेंस में हैं, भट्टी में हैं. अब थोड़ा अंदर में उमंग उत्साह थोड़ा और भरना है. എന്താണെങ്കിലും എല്ലാവരും സൈലൻസിലാണ്, ഭട്ടിയിലാണ്. കുറേയും കൂടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഉണർവും ഉത്സാഹവും കൂടി വർദ്ധിപ്പിക്കണം, ഒരു ആന്തരിക ശക്തി വരുന്ന രീതിയിൽ. और ये बाबा से कल अमृत वेले ही बड़ा दृढ़ता से बोले, बाबा आज मुझे कुछ ना कुछ अनुभव जरूर करना है. അമൃതവേളയ്ക്ക് ബാബയോട് ദൃഢമായിട്ട് തന്നെ സങ്കല്പമെടുക്കുക, പ്രതിജ്ഞ ചെയ്യുക, ബാബ എനിക്ക് ഇന്ന് അമൃതവേളയിൽ നല്ല ഏതെങ്കിലും ഒരു അനുഭൂതി ചെയ്യണം എന്ന്. ओ प्यारे बाबा, मीठे बाबा, जब जब मैंने है तुझको पुकारा, तब तब आकर पास बाबा, दिया तूने है मुझको सहारा. मंजिल मेरी है तुझको पता, दूर किनारा क्यों समझूं, बाबा तेरा साथ है तो दूर किनारा क्यों समझूं, दूर किनारा क्यों समझूं.